ഹലോ. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുക. ഇല്ല, പാലായത്താറേ. ഞാൻ നാളെ രാവിലെ 10 മണിയുടെ ശബരിക്ക് പോകും. ഇന്നിനെ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് രാമേട്ടനൊന്ന് കാണും. അറിയാലോ നിനക്ക്, ഞാൻ കണ്ണൂരായിരുന്നപ്പോൾ ആ ഡെനിയും ടീമും കൂടെ എന്നെ വെട്ടിക്കൂട്ടാൻ ഇറങ്ങിയതാണ്. മുന്നും പിന്നും നോക്കാതെ അന്ന് രാമേട്ടൻ ഇടപെട്ടുകൊണ്ടാ ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്. പുള്ളിക്ക് ഒരാവശ്യം വന്നാൽ ജീവൻ കൊടുത്ത് ഞാൻ കൂടെ നിൽക്കും. നീ വെച്ചോ, ഞാൻ വിളിക്കാം. രാമേട്ടൻ ഇപ്പോൾ പാലായത്തിൽ കാണും. രാമേട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ലടാ, ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. ഞാൻ മാഹിനെ വിളിച്ചായിരുന്നു. അവൻ അടുത്ത ദിവസം തന്നെ രാമേട്ടനെ കാണാൻ വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ നാളെ രാവിലത്തെ ട്രെയിന് ഹൈദരാബാദിന് പോകും. നീ എന്നാ തിരിച്ചു വരുന്നത്? 2 ആഴ്ച കഴിയും. 23-ാം തീയതി രാവിലെ തിരിച്ചു. പോകാതെ വേറെ നിവൃത്തിയില്ലേണ്ട രാമേട്ട. ഇല്ലെങ്കിൽ ഈ സമയത്ത് രാമേട്ടനെ തനിച്ചേക്ക് ഞാൻ പോകത്തില്ലായിരുന്നു. എൻ്റെ കാര്യം നോക്കണ്ട, നീ പോണം. അമ്മ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പം ചെല്ലാതിരിക്കരുത്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന ആളിന് അത്ര താല്പര്യമൊന്നുമില്ല. നമ്മളെ കണ്ട് വലിഞ്ഞേറി ചെല്ലുന്ന പോലെ. നീ അതൊന്നും കാര്യമാക്കണ്ട. നമ്മളെപ്പോൾ ഉള്ളവർക്ക് അതൊക്കെ പറഞ്ഞിട്ടുള്ളതാ. അത് പോട്ടെ, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചായിരുന്നു. രാമേട്ടൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യാതിരിക്കൂ. ആളെ കെട്ടിയിട്ടുണ്ട്. നമ്മുടെ പുലിയന്നൂർ അമ്പലത്തിനടുത്ത താമസം. അവരുടെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഈ ജാനകിയുടെ ഹസ്ബൻഡ് സോമനൊരു 2 വീലർ വർഷം നടത്തുമായിരുന്നു. കിട്ടുന്ന കാശ് മുഴുവൻ കുടിച്ചു ചേർക്കുന്നൊരു പ്രത്യേക ടൈപ്പ്. കഴിഞ്ഞ വർഷം ആൾ മരിച്ചു. കുടിച്ച് ലിവറും കിഡ്നിയൊക്കെ അടിച്ചു പോയായിരുന്നു. അവർക്ക് മക്കളൊന്നുമില്ല. ഇപ്പം ഈ ജാനകിയും സോമൻ്റെ അമ്മയും കൂടെ ഒരുമിച്ച താമസം. അല്ല, രാമേട്ടൻ എങ്ങനെയാ അവരെ അറിയുന്നത്? നീ പറഞ്ഞ ജാനി ഒരു കാലത്ത് എൻ്റെ എല്ലാമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കരഞ്ഞതും അവളായിരിക്കും. എന്താ രാമേട്ട ഇത്? എൻ്റെ നഷ്ടങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിൽ അവളുടെ സ്ഥാനം. എന്നെങ്കിലും കണ്ട് മാപ്പ് വരണമെന്നുണ്ട്. മോഹിപ്പിച്ചതിനും അവസാനം വരെ കൂടെ ഉണ്ടാവുമെന്ന് വാക്ക് കൊടുത്തിട്ട് പാതി വരിയിൽ ഉപേക്ഷിച്ചു പോയതിനും 1000 തവണ മനസ്സുകൊണ്ട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അവളെ പോലൊരു പാവത്തിൻ്റെ കണ്ണ് നിറച്ചതിനുള്ള ശിക്ഷ കൂടിയാണ് നാളിതുവരെ ഞാൻ അനുഭവിച്ചത്. ഇനി എന്തിനാ അതൊക്കെ പറയുന്നത്? എല്ലാം കഴിഞ്ഞില്ലേ? പോയ കാലത്തിൽ ചെന്ന് ഒരു തെറ്റെങ്കിലും തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നമ്മുടെ ശരികൾ നമുക്ക് മാത്രം ശരികളായിട്ട് തോന്നുമ്പോഴല്ലേ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ആ ഒറ്റപ്പെടലിൻ്റെ വേദന ഒരുപാട് അനുഭവിച്ചില്ലേ നമ്മൾ. ഇനി എന്ത് ചെയ്താലും 2 വട്ടം ആലോചിച്ച് ചെയ്താൽ മതി. ഞാൻ ഇനി എന്താ ജോബി ആലോചിക്കേണ്ടത്? എനിക്കിനി എന്താ നഷ്ടപ്പെടാൻ ബാക്കിയുള്ളത്? രാമേട്ടന് മുന്നോട്ട് ഇനിയും ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. ശബരിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. ശബരിയുടെ മനസ്സ് കല്ലുപോലെ ഉറച്ചുപോയി. ആ മനസ്സ് മുഴുവൻ എന്നോടുള്ള വെറുപ്പാ. 8-ാം വയസ്സ് മുതൽ അവൻ ഓരോന്ന് കേൾക്കുന്നതല്ലേ. അവൻ്റെ മനസ്സ് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. അതിനു മുമ്പ് ആ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചവരൊന്ന് കാണണ്ടേ? വേണം. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വേണം വിഷമറിക്കാൻ. ആ
അവനെ ഞാൻ കാണുന്നുണ്ട്. ആ നന്ദനെ. അയാളെ കാണാൻ രാമേട്ടൻ ഒറ്റയ്ക്ക് പോകണ്ട. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. നീ വിചാരിക്കും പോലെ ഞാൻ അനന്തനോട് വഴക്കിടാനല്ല പോകുന്നത്. ശബരിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ അനന്തന്റെ സഹായം ചോദിക്കാനാണ്. പിന്നെ 2 വർഷം കൂട്ടിയും കഴിച്ചും കാത്തിരുന്ന ഒരുമാതിരി ഫീൽ ഗുഡ് പരിപാടി നടത്താനൊന്നും മനസ്സിലാക്കുന്ന ബോധമൊക്കെ എനിക്കുണ്ടേ. നീ വണ്ടി ഇറ, വെറുതെ ഓരോന്നാലോചിച്ച് കൂട്ടാതെ. രാമേട്ടൻ ഇന്ന് പോകുന്നുണ്ടോ? രാക്കുളി പെരുന്നാൾ എടുക്കുക. നമുക്ക് അവിടെ വരുന്ന പോയാ. നീ വണ്ടി എടു. ഓക്കെ. ആ ആ നീ ഇതെങ്ങോട്ടാ പോന്നേ? കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേ, ഇപ്പൊ എത്തുന്നേ. രാമേട്ടാ, ഇതേ നോക്കി. ജാനി, മാപ്പ് പറയാനാണ് ഞാൻ വന്നത്. പിന്നാലെ നടന്ന് ഇഷ്ടം പിടിച്ചു വാങ്ങിയതിന്, മോഹിപ്പിച്ചതിന്, ഒടുവിൽ ഉപേക്ഷിച്ച് കളഞ്ഞതിന്, എല്ലാത്തിനും മാപ്പ്. നിന്നെ വിളിച്ചിറക്കൊണ്ടാണ് ധൈര്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്റെയും നിന്റെയും ജീവിതം ഇങ്ങനെ ആകില്ലായിരുന്നു. അന്നത്തെ എന്റെ സാഹചര്യം ജാനിക്കറിയാവുന്നല്ല. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഞാനും കാരണമാണെന്ന് എനിക്കറിയാം. ഇതുപോലൊരു നിലയിലെ കേത്തിലേക്ക് നീ വീണുപോയത് ഞാൻ കാരണമാണല്ലോ. ഒന്നും തിരുത്താൻ എനിക്കാവില്ല. ഇനിയൊന്നും തുടങ്ങാനും വന്നതല്ല. ഒന്ന് കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കണ്ടു. നിന്റെ ഈ മൗനം എനിക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് ജാനി. എന്തെങ്കിലും ഒന്ന് പറയ. ചേട്ടൻ എന്നെ കാണാൻ വരണ്ടായിരുന്നു. ഞാൻ പോട്ടെ. രാമേട്ടാ,
എടാ അനീഷ്, എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ ഈ രാക്കുളി പെരുന്നാൾ വലിയൊരു സംഭവമായിരുന്നടാ. ഇതിന്റെ 100 ഇരട്ടി ആളും ബഹളമായിരുന്നു. അതൊരു മേളമായിരുന്നു. എന്റെ ബിജു ചേട്ടാ, ജൂബിലി പെരുന്നാളിന് പോയപ്പോഴും നിങ്ങൾ ഈ തള്ളു തന്നെയാ തള്ളിയത്. പഴയ കാലൊന്നും ഇനി തിരിച്ചിടത്തില്ല. ഇനി ഇങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. നിനക്കൊക്കെ ഇത്രയേ വിധിച്ചിട്ടുള്ളൂ. ഓ ആയിക്കോട്ടെ. അടുത്ത ആഴ്ച ലാളത്തമ്പലത്തിലെ ആറാട്ടോട് കൂടിയാലേ മനസ്സിനൊരു തൃപ്തിയാവത്തുള്ളൂ. ആയിക്കോട്ടെ. അത് നമ്മുടെ തട്ടാശ്ശേരി ജയരാമനല്ലേ? കൂടെ ഉള്ളത് ആരാന്ന് മനസ്സിലായില്ലല്ലോ. അവനിപ്പം വരത്തന്മാരുമായിട്ടാ കമ്പനി. നമ്മുടെ കവലെ പോലും വെറുതെ ഇറങ്ങാത്ത ആളാ. ഇവിടെ പെരുന്നാളിന് വരണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും. അതെന്തെങ്കിലും ആട്ടറാ. നീ എന്തിനാ ഈ ഭാരത്തെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? വിട്ടുകളാ. രാമേട്ടാ, ആ നിൽക്കുന്നവരറിയോ? അതിലൊരുത്തും കുറച്ചേരുടെ രാമേട്ടൻ തന്നെയാണ് നോക്കുന്നത്. അവരെൻ്റെ നാട്ടുകാരാ. എന്നെ പ്രതീക്ഷിക്കാതെ ഇവിടെ കണ്ടതിൻ്റെയാ. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കുന്നു. അവന്മാരെ കണ്ടിട്ടാണോ? അതൊന്നുമല്ല. അതെ, ജാനകിയുടെ കാര്യത്തിൽ എന്താ തീരുമാനം? എന്ത് തീരുമാനം? ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, അത് സാധിച്ചു. ആ ചാപ്റ്റർ വേറെ കഴിഞ്ഞു. 10-16 വർഷം മുമ്പ് തുറന്നു വെച്ചാൽ മറ്റൊരു ബുക്ക് വേറെ ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എന്തോ ഉള്ളൂ. രാമേട്ടൻ്റെ എടുത്ത് അടിയൊന്നും ചെയ്യണ്ട. ഞാൻ തിരിച്ചു വന്നിട്ട് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. കഴിഞ്ഞ 2 വർഷത്തെ ഇടവേളയിൽ പഠിച്ചതൊക്കെ പയറ്റി നോക്കാനുള്ള സമയമാണിത്. ഈ ആളും ആരോ ഒക്കെ എന്നുകൊണ്ട് തീരുക. ഇനി അങ്ങോട്ട് ഞാൻ മാത്രം മതി. രാമേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഒച്ചയും ബഹളമുള്ള സീനൊക്കെ തീർന്നെന്ന്. ഇനി അങ്ങോട്ട് പമ്മിയും പരിങ്ങിയുള്ള കളികളാണ്. വാ, നമുക്ക് സ്റ്റേജിൻ്റെ അങ്ങോട്ട് പോവാം. ബാല തുടങ്ങാറായിട്ടുണ്ട്. ശിശുവധമല്ലേ? യഹൂദ രാജ്യത്തിലെ സകലമാന പൗരന്മാരെയും അറിയിക്കുവാനുള്ള രാജാധിരാജൻ ഹെറോദേസ് തിരുമനസ്സിന്റെ കൽപ്പന. തങ്ങളുടെ കുട്ടികളെ രാജസന്നിധിയിൽ എത്തിക്കുകയോ കൊന്നുകളയുകയോ രാജഭടന്മാരെ മടികൂടാതെ ഏൽപ്പിക്കുകയോ ചെയ്യണമെന്നും അപ്രകാരം ചെയ്യാത്തവരെ കണ്ടാലുടൻ ഗളഹസ്തം ചെയ്യുന്നതാണെന്നും യഹൂദ രാജാവായ ഹെറോദോസ് തിരുമനസ്സി കൽപ്പിക്കുന്നു.
ആ ചേട്ടാ, താമസിച്ചു പോയോ? ആ കുറച്ച്, ഒരു മിനിറ്റേ. നീ ഇന്നലെ അനന്തേട്ടൻ്റെ കൂടെ പോയില്ലായിരുന്നോ? എന്നോട് തിരിച്ചു പോക്കോളാൻ പറഞ്ഞായിരുന്നു. ഞാൻ രാത്രി തന്നെ തിരിച്ചു പോകുന്നു. അനന്തേട്ടൻ വന്നോ? അച്ഛൻ നാളെ വൈകിട്ടേ വരത്തുള്ളൂ എന്നാ രാവിലെ വിളിച്ചപ്പോ പറഞ്ഞേ. സുമതിയമ്മ ഇപ്പൊ തൊഴാനൊന്നും വരാറില്ലേ? കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അമ്മയ്ക്ക് ആ മുട്ടുവേന തുടങ്ങിയ പിന്നെ അമ്പലത്തിൽ വല്ലപ്പോഴും വരാറുള്ളൂ. ആ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ, ആ. നീ തൊഴുതിട്ട് വാ. രണ്ടുപേരും കൂടി അമ്പലത്തിൽ പോയിട്ട് വരുവാന്നു. മോൾക്ക് ഷെഡ് ലീവാന്ന് അനന്തം പറഞ്ഞായിരുന്നു. 18-ാം തീയതി സെക്കൻഡ് സെമ്മിന്റെ എക്സാം തുടങ്ങുക. താൻ പാതി ദൈവം പാതി നാണല്ലോ. അത് നേരാ. അനന്തം തിരിച്ചു വന്നോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. നാളെ വൈകിട്ടേ വരുവുള്ളെന്ന് രാവിലെ മോളോട് വിളിച്ചപ്പോ പറയുന്നുണ്ട്. ഗിരി ഇവിടെ അമ്പലത്തിലുണ്ട്. എന്നാ ഞാൻ അവനിന്ന് കാണട്ടെ. ആ വനജേ, വേറൊരു കാര്യം. ഇന്നലെ ഇന്നോ അനന്തൻ എഴുശാരിലും വീട്ടിൽ വന്നായിരുന്നു? ഇല്ലല്ലോ. എന്താ റോയി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ആരെങ്കിലും വന്നോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. എങ്കിലും നിങ്ങൾ വിട്ടോ, ഞാൻ ഗിരിയൊന്ന് കാണട്ടെ. എന്നാ ശരി. നിന്റെ ഫോൺ എവിടെ കൊണ്ടുവച്ചേക്കുവാ? എത്ര വിളി വിളിച്ചു. അയ്യോ, ഫോൺ വീട്ടിൽ കുത്തിയിട്ടേക്കോ, എടുക്കാൻ മറന്നുപോയി. നിന്നെ അനന്തൻ ഇന്നലെ മുതൽ വിളിക്കുന്ന. രണ്ടുപേരും കിട്ടാതായപ്പോ ആകെ ടെൻഷൻ. അതാ രാവിലെ തന്നെ പെട്രോളും കത്തിച്ചിങ്ങോട്ട് പോകുന്നത്. ഇന്നലെ രാത്രി മടുത്ത് വലഞ്ഞ വീട്ടിലെത്തിയത്. ഫോണൊന്നും ശ്രദ്ധിച്ചേ ഇല്ല. നീ ഇത് എന്നാ പരിപാടി കാണിച്ചേ? ഈ സമയത്ത് അനന്തൻ ഒറ്റയ്ക്കാക്കി പോരണ്ടായിരുന്നു. എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ചതാ. നീ നിൽക്കേണ്ട പോക്കാന്ന് പറഞ്ഞാ പിന്നെ ഞാൻ എന്നാ ചെയ്യാനാ? അവനിതെല്ലാം കുട്ടിക്കളിയാ. ജയരാമൻ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇതിന് മാത്രം ടെൻഷൻ അടിക്കാനുള്ള പ്രശ്നമുണ്ടോ? ഞാൻ പറയാം, നീ കേറ്. ഇവിടെ നിന്ന് മാറി നിൽക്കാം. അപ്പം ജയരാമൻ അത്ര നിസ്സാരക്കാരനല്ല. നമുക്ക് ആ പയ്യനെ ലോക്ക് ചെയ്താലോ? ഇതാ പറയുന്നേ, നിനക്ക് എടുത്തുചാട്ടം കൂടുതലാണെന്ന്. അവൻ നമ്മുടെ കൈവെള്ളയിലിരിക്കുന്നവനാ, നമ്മുടെ തുറുപ്പുകുലാൻ. അവൻ അങ്ങനെ അങ്ങ് പുറത്തെടുത്ത് കളിക്കണ്ട. വെയിറ്റ് ചെയ്യാം, ആവശ്യം വരും. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഹലോ ശബരി. ഹലോ റോയിച്ചേ, എവിടാ ബിസിയാണോ? അല്ലടാ, ഞാൻ നമ്മുടെ ഗിരി എടുത്തുണ്ട്. എന്നടാ? അയാൾ ഇന്നലെ എന്നെ വീണ്ടും കാണാൻ വന്നായിരുന്നു. ചുമ്മാ മനുഷ്യനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി. അവൻ എന്നാ പറഞ്ഞേ? ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി അയാൾ എന്നെ കാണാമെന്ന് അയാളെ ഞാൻ കൊല്ലും. അത് ഞാൻ അയാളോടും പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് അടങ്ങ്. നമുക്ക് വേണ്ടത് ചെയ്യാം. ഞാൻ വൈകിട്ട് അങ്ങ് വരാം.
ഇപ്പം നീ വെച്ചോ. ഇതിപ്പോ നമ്മളെ ഗാലറി ഇരുന്ന് വെറുതെ കളി കണ്ടാൽ മതിയല്ലോ. അതുപോരാ, നന്നായി കളിപ്പിക്കുകയും വേണം. ഏതായാലും നീ അവനൊന്ന് കണ്ടേര്. രണ്ടിലൊരാളെ തീർന്നു കിട്ടിയാൽ നമ്മുടെ പണി അത്ര എളുപ്പമായി. കൃഷ്ണ നീ ഭീഗനീ ബാരൂ, കൃഷ്ണ നീ ഭീഗനീ ബാരൂ, ബാരൂ, ബാ. അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മോളെ. അതെ, തോട്ടത്തിൽ റേഞ്ച് കുറവെന്ന് നമുക്കറിയൂലേ. നീ നിന്റെ ഫോൺ എടുത്ത് അച്ഛനെ ഒന്ന് വിളിച്ചേ. ഓക്കെ. കിട്ടുന്നില്ലല്ലോ. ഈ ടെൻഷനൊന്നും പതിവില്ലാത്തതാണല്ലോ. എന്റെ അമ്മക്കുട്ടിക്ക് ഇത് എന്നാ പറ്റിയേ? ഗിരിയുടെയും റോയുടെയും പെരുമാറ്റത്തിൽ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നി. അതാ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വെച്ചത്. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നാ. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ലല്ലോ. നീ പോയി വേഷം മാറിയിട്ട് വന്ന് പുറകിലത്തെ മുറ്റത്തുനിന്ന് ചീര പറിച്ചോണ്ട് വാ. ഉച്ചയ്ക്ക് തോരൻ വെക്കാം. ചീര പറിച്ചിട്ട് വിഷം മാറാല്ലേ? നീ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് കാണാം. ഞാനിപ്പം ജയരാമനെ ഒന്ന് കാണാൻ വന്നതാ. അത് തന്നെ, തട്ടാശ്ശേരിയല്ലേ ജയരാമൻ. നീ എന്നാ കവലയിലോട്ട് ഇറങ്ങുമ്പോ എന്നെ ഒന്ന് വിളിക്കുക, നമുക്കൊന്ന് കൂടാൻ വൈകിട്ട്. എന്നാ ശരി. ആരാ വേവിച്ച് വിളിച്ചേ? ആ കാമ്പ്രായിലെ സത്യനാ. അവനിപ്പം കുടുംബസമേതം പാലക്കാടാ, നാട്ടിൽ വന്നിട്ടുണ്ട്. നിന്നെ കാണാൻ വരുമായിരിക്കും. നാളെ ഞാൻ പോവും. നീ അവനെ കാണാൻ തന്നെ തീരുമാനിച്ചോ ജയ? ഇനിയെങ്കിലും ഞാൻ അവനൊന്ന് കാണണ്ടേ വേവിച്ച? പാപ്പാ. നീ പോയ പിന്നെ പറമ്പെല്ലാം നാട് കാട് പിടിച്ച് കിടക്കാം. വീട് വാടകയ്ക്ക് എടുക്കുന്നവരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതെല്ലാം വിറ്റ് പറക്കി പോയാൽ ആലോചിക്കാം. മനസ്സും എടുത്തു. ഇതൊക്കെ അനുഭവിക്കേണ്ടവരും നമ്മുടെ കൈവിട്ട് പോയില്ലേ? അങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് പറ്റത്തില്ല ബേബിച്ച. നീ ഇനി എന്നാ ചെയ്യാനാ ജയ? എനിക്കല്ലേ എന്തെങ്കിലും ചെയ്യാനൊക്കൂ. ഹലോ, ആര്? മാഹിനു? ജയരാമൻ എൻ്റെ കൂടെ ഉണ്ടോ? ഇപ്പൊ കൊടുക്കാം. ഒരു മാഹിന. ഹലോ, മാഹിനെ. സാധനം കിട്ടിയോ? വേണ്ട, നീ ഉച്ച കഴിഞ്ഞ് വന്നാൽ മതി. ശരി, ഓക്കെ. ആരായി മാഹിൻ? എൻ്റെ ഒരു ഫ്രണ്ടാ, ബേബിച്ച അറിയാല. എൻ്റെ ജയ, നിനക്ക് ഈ താടിയും മുടിയും ഒന്ന് വെട്ടി വൃത്തിയായിട്ട് നടന്നുകൂടെ? കലാശക്കൂടുന്ന സമയമായി. ഇനി എല്ലാം ഒന്ന് വെട്ടി ഒതുക്കണം. നീ എന്നെ ഒക്കെ ഈ പറയുന്നേ? ഒന്നുമില്ല, ബേബിച്ചൻ വാ. ഒരു ചായ. എന്നാടാ നിഷേ? റോയിച്ച എവിടെയാ? ഞാൻ കടയിലാടാ. എന്നാ കാര്യം?
നമ്മുടെ ജയരാമിന്റെ വീടും പുരയിടും വിൽക്കാനിട്ടേക്കാന്ന് കേട്ടു. അതൊന്ന് പറയാൻ വിളിച്ചതാ. സംഗതി സത്യമാണെങ്കിൽ നീ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അത് വാങ്ങാൻ പറ്റിയ ഒരാൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവിടെ മേടയിൽ അനന്തിന് വേണ്ടിയല്ലേ? അതിപ്പോൾ ആരായാലും നിനക്കെന്നെ. ജയരാമിനെ കുറിച്ച് എന്ത് കാര്യമാണെങ്കിലും പറയണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് പറഞ്ഞതാ. എന്തായാലും ഞാൻ ഇനി ബാക്കി ഡീറ്റെയിൽസ് എടുത്തിട്ട് വിളിക്കാം. ഓക്കേടാ. The mobile number you are calling is not The mobile number you are calling is not responding at this moment. എടാ ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോൾ നിനക്ക് ഫോൺ എടുത്താൽ എന്നാ തിരക്കൊഴിയുമ്പോൾ ഒന്ന് തിരിച്ച് വിളിക്കും. എടാ ഒരു കാര്യം പറയാൻ വിളിക്കുമ്പോൾ നിനക്ക് ഫോൺ എടുത്താൽ എന്നാ തിരക്കൊഴിയുമ്പോൾ ഒന്ന് തിരിച്ച് വിളിക്കും. ഹലോ, നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്തത്? അതല്ലേ ഇപ്പൊ തിരിച്ചു വിളിച്ച്. നീ കാര്യം പറ. നീ വീട്ടിലെത്തിയോ? ഇല്ല, ഞാനിന്ന് രാത്രി എത്തുള്ളൂ. ഞാനിപ്പോൾ വിളിച്ചതേ നമ്മുടെ ജയരാമൻ്റെ വീടും പുരയോടും വിൽക്കാനിട്ടേക്കുക. നമുക്കത് നോക്കിയാലോ? നീ ഇപ്പോഴും അവന്റെ പുറകെ നടക്കുവാണോ? അത് വിട്ടുകളാ. അവനിനി നമ്മുടെ നേരെ വരത്തില്ല. ഓഹോ, അത് ശരി. ഇപ്പം അങ്ങനെയായോ? അവൻ്റെ പേരിൽ കണ്ണ് വേണം, ഒന്ന് കരുതിയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തൊരു മനംമാറ്റം? മനംമാറ്റമൊന്നുമല്ല. അവൻ നമ്മളെ തേടി വരാനാണെങ്കിൽ എന്നേ വന്നേനെ. അവൻ ആ ചെക്കനെ വിടാതെ പുറകെയുണ്ട്. അതെനിക്കൊരു ടെൻഷൻ. അവന്റെ കൈ കൊണ്ട് തീരാനാണ് ജയരാമന്റെ വിധിയെങ്കിൽ അത് അങ്ങനെ അങ്ങ് തീരട്ടെ. ഏതായാലും അവന്റെ വീടും കോപ്പും നമുക്ക് വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോ പറഞ്ഞതേ ഉള്ളൂ. നീ വെച്ചോ, വന്നിട്ട് കാണാം. എത്ര തവണ ആട്ടി ഓടിച്ചാലും പിന്നെയും പിന്നെ എൻ്റെ മുന്നിൽ വരാൻ അയാൾക്കൊരു മടിയില്ല. നിന്നെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് കൂടെ നിർത്താനായിരിക്കും ആൾക്ക്. എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയ അളറ്റെടുത്തണം. ഇനി എൻ്റെ മുന്നിൽ വരാൻ അയാളൊന്നും മടിക്കും. ഇന്നലെ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇനിയും വരും. എങ്ങനെയെങ്കിലും നിന്റെ മനസ്സ് മാറ്റാൻ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ അയാൾ ചെയ്യും. ഇല്ല ഗിരിയേട്ടാ, എൻ്റെ മനസ്സ് മാറില്ല. അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. 8-ാം വയസ്സിൽ അനാഥനായ ഞാൻ. കഴിഞ്ഞ 16 വർഷം ഞാൻ അനുഭവിച്ചൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. റോയിച്ചിനും അനന്തേട്ടനൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാ പറയുന്നത്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും കൂടെ ഞാനുണ്ട്. മുത്തശ്ശൻ മരിച്ച് ഞാനും മുത്തശ്ശിയും മാത്രമായ കാലത്ത് ഈ റോയിച്ചനും അനന്തേട്ടനൊക്കെ ഞങ്ങൾ ഒരുപാട് സഹായിച്ചത്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. എല്ലാം വരുത്തി വെച്ചിട്ട് ഇനി അയാളെൻ്റെ മുന്നിൽ വന്നാ ഉറപ്പായിട്ട് ഞാൻ അയാളെ കൊല്ലും. ഈ പറഞ്ഞ പിടിപ്പിരി വേണ്ട സദ്യ. ഞാൻ 10-16 വർഷമായിട്ട് കുടിയും വലിയൊന്നുമില്ല. പണ്ടത്തെ പോലെ ഒന്നും വേണമെന്നേ. വല്ലപ്പോഴൊക്കെ ആലോചിച്ചായ അവനെ നിർബന്ധിക്കേണ്ട സദ്യ. ഒരായുഷ്കാലത്തേനുള്ളത് മുഴുവൻ കുടിച്ചു തീർത്താനോ അവന്. ഈ നിറമുള്ള ദ്രാവകമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയാക്കിയത്. ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞ് നമുക്കൊന്ന് കൂടാം. ഇപ്പം വേണ്ട. ഈ വീടും പുരയിടും വിൽക്കണമെന്ന് നീ കാര്യമായിട്ട് പറഞ്ഞതാണോ? ഇവിടെ ഇനി വയ്യ. ഇതെല്ലാം വിറ്റിട്ട്
ദൂരെ ഏതെങ്കിലും നാട്ടിലേക്ക് പോകണം. ഒരു കണക്കിന് അതാ നല്ലത്. എത്ര നാളെന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? അതിനിപ്പോൾ എവിടെ ചെന്നാലും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഈ പ്രായത്തിന് കൂട്ട് വേണ്ട. എൻ്റെ കൂടെ പാലക്കാടിന് പോരെ. അവിടെ മംഗൾ ഡാമിൽ സ്ഥലത്തിന് തീർത്തും വിലക്കുറവാണ്. അവിടെ കുറച്ച് സ്ഥലമൊക്കെ വാങ്ങി അവിടെ അങ്ങ് സെറ്റിലാകാം. എങ്ങോട്ടാണെന്ന് ചിന്തിച്ചിട്ടില്ല. ഇവിടുന്ന് പോകണം. ഇവിടെ ഇങ്ങനെ മറ്റുള്ള സഹതാവും പരിഹാസമൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ബേബിച്ചന് ഇത് വിലക്കെടുക്കാൻ പറ്റുന്ന ആളെ കണ്ടുപിടിക്കുക. അത് ഞാൻ നോക്കാം. നമ്മുടെ തേവർക്കാട്ടെ കുട്ടിച്ചൻ്റെ മോന് സ്ഥലം നോക്കുന്നുണ്ടെന്ന് കേട്ടു. ഞാൻ അവനെ ഇന്നൊന്ന് മുട്ടി നോക്കാം. ഉടനെ വേണം, അമാന്തം വിചാരിക്കണ്ട. ഇല്ലടാ, ഇന്ന് തന്നെ പറയാം. എന്നാ നമുക്ക് ഇറങ്ങാം സത്യ. നീ കവലോട്ട് ഇറങ്ങുന്നുണ്ടോ? ഇല്ല, ഒരാൾ കാണാൻ വരുന്നുണ്ട്. നീ ഇത് അടിക്കുന്നില്ലല്ലോ. എങ്കിൽ ഞാൻ തരത്തോട്ടെ. നമുക്ക് ആ റൂപ് അടിക്കാം. ആ ശരി, ഇടയ്ക്ക് കാണാം. അതാരാണോ പോയത്? അതിലാ പ്രായമുള്ളതാ ഞാൻ പറയാനുള്ള ബേബിച്ചൻ. മറ്റേത് സത്യൻ. അണ്ണ ഒരു മൊബൈൽ മേടിക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് മൊബൈലിൽ ഒരു പടിയുടെ നടക്കില്ല. അത് നമുക്ക് നോക്കടാ. നീ ഇന്ന് പോകുന്നുണ്ടോ? ഇല്ലേ പോയി കുളിച്ച് ഡ്രസ്സ് മാറ്. ഞാൻ ഉണ്ടാവും. ഞാനൊരു കമ്പനിക്കാരൻ്റെ കൂട്ടി വന്നേ. അവനാണ് പുറത്ത് പോണ്ട്. നീ സാധനം കൊണ്ടുവന്നോ? അതെല്ലാം ഞാൻ അവനെ പുറത്ത് നിർത്തിട്ട് വന്നേ. ഞാൻ പറഞ്ഞിടത്തുനിന്നാണ് സാധനം പൊക്കിയേ. അതെ, ഒരു മുട്ടുസൂചി പോലും വേറെ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആർക്കും സംശയം തോന്നുന്നില്ല. നീയാണോ പോയേ? അല്ല, വേറൊരു ഫ്രണ്ടാ. അല്ല, ഞാനൊരു സംശയം ചോട്ടെ. ആ വീട്ടിൽ തോക്കണ്ടെന്ന് അണ്ണൻ ഇങ്ങനെ അറിഞ്ഞേ? കഴിഞ്ഞ 2 വർഷം ഞാൻ ശരിക്കും ഹോംവർക്ക് ചെയ്തു. എല്ലാരെ കുറിച്ചും പഠിച്ചിട്ട് തന്നെയാ ഞാൻ കടത്തിറങ്ങാൻ പോകുന്നേ. ആരെങ്കിലും തീർക്കാണെ അണ്ണ ഒറ്റയ്ക്ക് പോകണ്ട. അതിന് പറ്റിയ ആൾക്കാർ നമ്മുടെ ഉണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ ചെയ്യണം. ഇത് ഫുൾ ലോഡാണോ? നീ നോക്കിയായിരുന്നോ? ഫുള്ളാ, ഞാൻ നോക്കിയതാ. അണ്ണ ഞാനൊന്ന് ഇറങ്ങുക. എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചാൽ മതി. ഇനി എന്റെ മുന്നിൽ വരരുത്. ഇനി നേരി കണ്ട കൊല്ലും ഞാൻ നിങ്ങളെ. അത്രയ്ക്ക് വെറുപ്പാൻ നിങ്ങളെ. വീട്ടിൽ നിന്ന് മാറിയിക്കാൻ പറ്റിയ സാഹചര്യം ഇല്ലടാ. നിനക്കറിയാമല്ലോ, എനിക്ക് സ്വന്തം എന്ന് പറയാൻ ആകെ ഒരു മുത്തശ്ശി മാത്രമാണ്. അല്ലല്ല, അമ്മയുടെ അമ്മ. മുത്തശ്ശിയെ തനിച്ചാക്കി ജോലി എന്ന് പറഞ്ഞെടുത്ത് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാം. ഓക്കേടാ, ഞാൻ പറയാം. മോനെ, മുന്നിൽ നിന്ന് മാറ്, എനിക്ക് പോണം. മോനെ, അച്ഛന് പറയാനുള്ളത്. അച്ഛനോ? നിങ്ങളോ? ആ വാക്കിന്റെ അർത്ഥം എന്ന് പറയും നിങ്ങക്ക്? ജനിപ്പിച്ചതുകൊണ്ട് മാത്രം അച്ഛനാവത്തില്ല. വഴിന്ന് മാറ്. മോനെ, അച്ഛൻ ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് തിരുത്താനൊരു അവസരം താ. വേണ്ട, നിങ്ങൾ ഒരു തെറ്റും നിർത്തണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് തിരുത്താനാ? എന്റെ ജീവൻ നിർത്താൻ പറ്റുമോ? നഷ്ടപ്പെട്ടത് എന്തെങ്കിലും എനിക്ക് തിരിച്ചു തരാൻ പറ്റുമോ? മോന്റെ മനസ്സിൽ അച്ഛനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. സംഭവിച്ചതൊക്കെ അച്ഛൻ പറയാം.
സംഭവിച്ച എന്താണ് നീ കണ്ണുകൊണ്ട് കണ്ടതാ. അത് കൂടുതലൊന്നും നിങ്ങൾക്ക് പറയാനില്ലല്ലോ. മോൻ കഴിഞ്ഞതൊക്കെ മറന്ന് അച്ഛനോട് ക്ഷമിക്കണം. അച്ഛൻ നീ ഒറ്റയ്ക്ക് വയ്യ. മോൻ അച്ഛൻ്റെ കൂടെ വരണം. ഇപ്പോഴും നിങ്ങൾ നിങ്ങളെപ്പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. മൂക്കറ്റം കള്ളും കുടിച്ചു വന്ന് എൻ്റെ അമ്മയായിട്ട് എപ്പോഴും വടക്കലായിരുന്നു നിങ്ങൾ. ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കുന്നത് നിങ്ങളെയാ. മോനെ, അച്ഛന് പറയാനുള്ളതും കൂടി മോൻ കേൾക്കണം. അച്ഛൻ മോനോട് ചെയ്ത് തെറ്റ് തിരുത്താൻ മോൻ അച്ഛൻ അനുവദിക്കണം. എനിക്കൊന്നും കേൾക്കണ്ട, എന്നോടൊന്നും പറയാൻ വേണ്ട. നിങ്ങളെ കാണുന്നതിന് എനിക്ക് ഉറപ്പാ. ദൈവം ഇതിന് എന്നെ കാണാൻ വരരുത്. ഇനി എന്റെ മുന്നിൽ വരരുത്. ഇനി നേരിക്കണ്ട, കൊല്ലും ഞാൻ നിങ്ങളെ. അത്രയ്ക്ക് വെറുപ്പാൻ നിങ്ങളെ. താന് തന്നെ സ്വപ്നം കണ്ടോളൊക്കെ ജയരാമ. പണ്ടത്തെ പോലെ ഒന്നും അല്ല. റോഡിൽ കൂടെ ഇങ്ങനെ നടന്ന പോലെ വണ്ടി കയറി ചാകും കേട്ടോ. ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തങ്ങ് നടന്നതാ. വണ്ടി ഒന്നും അറിഞ്ഞില്ല. ഞാനങ്ങ് ഒതുക്കി നിർത്താം. ജയരാമ, താൻ ടൗണിലേക്കാണെങ്കിൽ വാ, ഞാൻ വിടാം. വേണ്ട, എനിക്ക് 1-2 പേരെ കാണാനുണ്ട്. താൻ വിട്ടു. എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ട്. അവന്മാർ എന്തിനാ നിന്നെ വിടാ പിടിച്ചിരിക്കുന്നത് മനസ്സിലാകാത്തത്? അവന്മാർക്ക് ചെയ്യാൻ പറ്റുന്നവന്മാരെങ്കിൽ ചെയ്യട്ടെ. ഏതായാലും നീ സൂക്ഷിക്കുന്നത് നല്ലതാ. നീ ചെല്ല്, ഇത് ഞാൻ നോക്കിക്കോളാം. എന്നാ ശരിടാ.
മുന്നിൽ മാറോ. നിനക്കെന്നെ മനസ്സിലായോ? ഈ നാട്ടിൽ നിങ്ങൾ അറിയാത്ത ആരും ഇല്ലല്ലോ. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിവിടെ വെച്ച് വേണ്ട. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. അറിയാവല്ലോ നിനക്കെന്നെ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പോവും. വെറുതെ ഇവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. വണ്ടി എടുക്കടാ. ഞാനിവിടെ എത്തി. പുള്ളിയെ കണ്ടിട്ട് പറയാം. ആ ആ ആ ഇത് പെട്ടെന്ന് നടപടിയാകുന്നതാ. പുള്ളിക്ക് അത്യാവശ്യമുണ്ട്. ഇത് നമുക്ക് സെറ്റപ്പ് ആക്കാന്നേ. ഞാനല്ലേ ഉള്ളത്. ഒന്നര ഏക്കർ സ്ഥലമുണ്ട്. 1.5 ഏക്കർ. ഒരു പഴയ വീടുമുണ്ട്. തുക ഞാൻ ചോദിച്ചിട്ട് പറയാം. ഇപ്പം വിളിക്കാം. ഉടനെ വിളിച്ചേക്കാം. ചോദിച്ചിട്ട് വിളിച്ചേക്കാം. ഓക്കെ. ജയരാമ, താൻ ആളാകെ മാറിപ്പോയല്ലോ. തന്നെ കണ്ട് മനസ്സിലാകിയല്ലോ. കാലമല്ല സത്യ നമ്മളെ കൊണ്ട് ഓരോ കോലങ്ങൾ കെട്ടിക്കുന്നു. താനിത് എങ്ങോട്ടാ? ഇന്നലെ മുതൽ യാത്രയാണല്ലോ. ജീവിതം തന്നെ യാത്രയല്ലേ. ഞാനും തുടങ്ങുക പുതിയൊരു യാത്ര. താൻ ഇന്നലെ വീട് സ്ഥലം വിൽക്കുന്ന പറഞ്ഞില്ലായിരുന്നു? പറ്റിയ ഒരാൾ വന്നിട്ടുണ്ട്. കൊണ്ടത് കാണിക്കട്ടെ. നീ ആ ബേബിച്ചിനുമായി ആലോചിച്ച് വേണ്ട. ഞാൻ കുറച്ച് ദിവസം ഇവിടെ കാണില്ല. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ ബേബിച്ചിനെ വിളിച്ചോളാം. ശരി. ബേജ, കേറി വാടാ. നീ എങ്ങോട്ടാ രാവിലെ തന്നെ? ഞാൻ ആ വീടിന് താക്കോല് തരാൻ വന്നതാ. വീട് വാങ്ങാനുള്ളവർ വന്നാൽ തുറന്ന് കാണിക്കണ്ടേ? മുടിയും താടിയൊക്കെ വെട്ടിയല്ലോ. നിന്റെ മുഖത്തിന് എന്താ ഒരു വാട്ടം? രാത്രി ഉറങ്ങിയില്ലേ? സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയ നാളും മറന്നു ചോദിച്ചാ. എനിക്ക് ഈ നാട്ടിൽ ആകെ വിശ്വാസമുള്ള നിങ്ങളെയാ. ഞാൻ മടങ്ങി വന്നില്ലെങ്കിൽ ബേബിച്ചിന്റെ ശബരിയെ ഏൽപ്പിക്കണം. നീ എന്നൊക്കെയാ ഈ പറയുന്നേ? ഇങ്ങോട്ട് കേറിയിരിക്ക. നീ വല്ലതും കഴിച്ചായിരുന്നോ? കേറുന്നില്ല. ഞാൻ പോയേക്കുക. എല്ലാരും തള്ളി പറഞ്ഞപ്പോ എന്നെ വിശ്വസിച്ച ഒരേ ഒരാൾ ബേബിച്ചനാ. നിങ്ങളെ ഞാൻ മറക്കത്തില്ല. എന്നാടാ? എന്നാ പറ്റി നിനക്ക്? ഒന്നുമില്ല. ഞാനൊരു യാത്ര പോവാ. തിരിച്ചു വരാൻ പറ്റിയാൽ ഇനിയുള്ള കാലം സമാധാനത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ നീ അനന്തനെ കാണാൻ പോവാണോ? നീ പോയപ്പോഴുള്ള പഴയ അനന്തനല്ല അവനിപ്പോ. ഒരുപാടങ്ങ വളർന്നു. നഷ്ടപ്പെടാനൊന്നുമില്ലാത്തവന്റെ ധൈര്യം എന്താണെന്ന് വേവിച്ചറിയില്ലല്ലോ. എനിക്ക് നഷ്ടപ്പെട്ടവൻ തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല. എങ്കിലും എന്റെ വേദന അവരറിയണ്ടേ? അവരെ അറിയിക്കണ്ടേ? ഇല്ലടാ.
ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയൊരു 3 യൂണിറ്റും കൂടി തീരാനുണ്ട്. ഓ, അത് ഞാൻ തൊട്ടിട്ടില്ല. ഇനിയൊരു 3-4 ദിവസം കൂടി ഉണ്ടല്ലോ. ആ, എന്നാ ശരി, ഞാൻ പിന്നെ വിളിക്കാം. വല്ല ഡിഗ്രിക്കും പോയാൽ മതിയായിരുന്നു. ഇത് എന്തോരം പഠിച്ചിട്ടും തീരുന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എഞ്ചിനീയറിങ്ങിനൊന്നും ചേരണ്ടെന്ന്. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്കൊരു ജോലി വേണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം. ഇല്ലേ പിന്നെ എന്നെപ്പോലെ കൂട്ടിലടച്ച് കിളിയായിട്ട് കഴിയേണ്ടി വരും. അതിന് അമ്മയ്ക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ നീ എൻ്റെ സ്ഥാനത്ത് വരണം. എന്റെ വനജമ്മേ, ചുമ്മാ സെന്റി അടിക്കാതെ ചില്ലായിക്കേ. അമ്മയുടെ സങ്കടമൊക്കെ എനിക്കറിയാം. ഞാൻ ഒരിക്കലും അമ്മയെ പോലെ ആകത്തില്ല. എല്ലാം ഉള്ളിലൊതുക്കി ഇങ്ങനെ ഒരുക്കി തീരത്തുമില്ല. ചെല്ല്, മോള് പോയിരുന്ന് പഠിക്ക്. ഇപ്പൊ പഠിക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. അച്ഛൻ എപ്പോഴാ വരുന്നതെന്ന് മോളൊന്ന് വിളിച്ചു ചോദിച്ചു. അമ്മയ്ക്ക് വിളിച്ചാൽ എന്താ? അമ്മ വിളിച്ചാൽ അച്ഛൻ ഫോൺ എടുക്കത്തുമില്ല, ചാടിക്കടിക്കാനും വരും. വെറുതെ എന്തിനാ BP കൂട്ടുന്നേ? ഹലോ മോളെ. ഹലോ അച്ഛാ. അച്ഛൻ എപ്പോഴാ വരുന്നേ? ഞാനെത്തുമ്പോൾ രാത്രിയാവും. എന്നാ? അല്ല, അച്ഛൻ നേരത്തെ വരുമായിരുന്നു. രേഷ്മയുടെ വീട് വരെ പോണായിരുന്നു. 2 ബുക്ക് എടുക്കാനുണ്ടായിരുന്നു. എന്നെ നോക്കണ്ട, മോള് ഗിരിയെ വിളിച്ചിട്ട് വണ്ടി കൊണ്ടുവരാൻ പറ കേട്ടോ. അത് വേണ്ടച്ചാ, നമുക്ക് നാളെ പോവാം. ആ, എന്നാ ശരി മോളെ, ഞാൻ ഡ്രൈവ് ചെയ്യുക. രാത്രി വരുമ്പോൾ കാണാം. മോള് ഫോൺ വെച്ചോ. ശരി അച്ഛാ. ഓക്കെ ഓക്കെ. അമ്മേ, അച്ഛൻ എന്തിനാ റോയിച്ചായനും ഗിരിയേട്ടനൊക്കെ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്നേ? അത് നീ തന്നെ അച്ഛനോട് ചോദിക്ക്. ഞാനിങ്ങനെയൊക്കെ ചോദിക്കുന്നത് അച്ഛൻ എന്നോട് ഇത്ര ദേഷ്യം. നിന്നോടാകുമ്പം ദേഷ്യപ്പെടത്തില്ലല്ലോ, നീ അച്ഛൻ്റെ പുന്നാര മോളല്ലേ. നല്ല കുശുമുണ്ടല്ലേ? ഓടി, എനിക്കെന്തിനാ കുശുമ്പ്? നീ പോയിരുന്നു എല്ലാം പഠിക്ക്. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അച്ഛൻ നമ്മളോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇന്നലെ തന്നെ കണ്ടില്ലേ, റോയിച്ചായനും ഗിരിയേട്ടനും ഒക്കെ എന്തോ ടെൻഷൻ ഉള്ള പോലെ തോന്നിയില്ലേ? ആ, എനിക്കറിയാൻ മേല, എന്തെങ്കിലും കാണുമായിരിക്കും. നീ പോയിരുന്നു പഠിക്കാൻ നോക്ക്. ഏത് നേരവും പഠിക്കൂ പഠിക്കൂ പഠിക്കൂ. ആരാ? അനന്തകൃഷ്ണന്റെ വീടല്ലേ? അതെ. ഞാൻ അനന്തന്റെ പഴയ സുഹൃത്താ. മോളുടെ അച്ഛനെ ഒന്ന് കാണാൻ വന്നതാ. അച്ഛൻ ഇവിടെ ഇല്ലല്ലോ, തോട്ടത്തിൽ പോയേക്കുവാ. രാത്രിയായിട്ടേ വരൂ. ആരാ മോളെ? അച്ഛന്റെ ഫ്രണ്ട്, അച്ഛനെ കാണാൻ വന്നതാ. അനന്തേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഗായത്രി മോള് പറഞ്ഞു. വനജയല്ലേ? വനജയ്ക്ക് എന്നെ അറിയാൻ വഴിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെല്ലാം അറിയാം. അങ്കിൾ അച്ഛനെ വിളിച്ചായിരുന്നോ? വിളിച്ചിട്ട് കിട്ടുന്നില്ലായിരുന്നു, അതാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അനന്തേട്ടൻ രാത്രി ആവാതെ വരത്തില്ലല്ലോ. അതും മോള് പറഞ്ഞു. എനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം തരാമോ? രാവിലെ വെറും കഴിച്ചിട്ടില്ല. ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് മതി. ബുദ്ധിമുട്ടായല്ലേ? നടന്നു മടുത്തു, പിന്നെ നല്ല ദാഹവും. കൊറോണ വന്നപ്പനെ നിവൃത്തിയുണ്ട് ചൂടുവെള്ളം കുടിക്കാറുള്ളൂ. ഞാൻ 2 മിനിറ്റ് ഇരുന്നോട്ടെ. അതെ, വീട്ടിൽ വരുന്നവരോട് സാധാരണ വനജിങ്ങനെയാണോ പെരുമാറുന്നത്? അതിപ്പോ അനന്തേട്ടൻ ഇവിടെ ഇല്ലാത്തോണ്ട്. സാരമില്ല. അല്ല, അങ്ങനെ വേണം.
ഈ വരുന്നവർ വല്ല പിടിച്ചുപറികാരോ കൊലപാതകളാണെന്ന് ആർക്കറിയാം? ഇനി വേണോ? മതിയോ? മതി മോളെ, താങ്ക് യു. അങ്കിളുടെ പേരെന്താ? ജയരാമൻ. ചോലത്തടത്ത വീട്. ഇവിടുന്ന് ഒരു 10-28 കിലോമീറ്റർ ഉണ്ട്. ഇങ്ങനെ ഒരാളെ കുറിച്ച് അനന്തേട്ടൻ ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഞാൻ കുറേ വർഷമായിട്ട് നാട്ടിലില്ലായിരുന്നു. ആ, ഗായത്രി ഇപ്പം അമൽജ്യോതി ബിടെക്കിന് പഠിക്കുവാണല്ലേ? മോക്ക് സ്റ്റഡി ലീവില്ലേ? മോള് പോയിരുന്നു പഠിച്ചു. മോളിങ്ങനെ സംശയിച്ചു നോക്കണ്ട. എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. നിങ്ങൾ രണ്ടുപേരെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് അനന്തനെക്കുറിച്ചും അറിയാം. നിങ്ങൾക്കറിയാവുന്നത് കൂടുതൽ എനിക്കറിയാം. നിങ്ങൾ പോയിട്ട് അനന്തേട്ടനുള്ളപ്പോ ചൂടാവാതെ. ഞാൻ ഏതായാലും അനന്തനെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നൊന്നുമല്ല. അങ്കിൾ ശരിക്കും ആരാ? ഞാൻ പറഞ്ഞല്ലോ, മോളുടെ അച്ഛൻ എന്നെ അറിയാം. അല്ലാതെ വഴിതെറ്റി വന്നൊന്നുമല്ല ഞാൻ. അങ്കിൾ എന്തിനാ അച്ഛനെ കാണുന്നേ? മോളുടെ അച്ഛൻ്റെ അടുത്ത് സഹായം ചോദിക്കാൻ അങ്കിൾ വന്നേ. എന്ത് സഹായം? അത് ഞാൻ അനന്തനോട് പറഞ്ഞോളാം. വനജയുടെ സഹോദരൻ വിനോദ് ഒരു ആക്സിഡന്റിലാണ് മരിച്ചല്ലേ? ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാതെ നിങ്ങൾ വെറുതെ ഉരുണ്ട് കളിക്കുന്ന എന്തിനാ? വനജ ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ചതിന് വനജയല്ലേ ഉത്തരം പറയാത്തത്? അല്ല മോളെ. വിനോദ് മാമനെ അങ്കിൾ അറിയോ? അങ്കിള് നിങ്ങളെ എല്ലാം അറിയാം. വിനോദിന്റെ ഒരു സാധാരണ ആക്സിഡന്റ് അല്ലായിരുന്നുവെന്ന് അങ്കിള് പറഞ്ഞാൽ മോള് വിശ്വസിക്കുമോ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? വിനോദിന്റെ ഒരു വെൽ പ്ലാൻഡ് മർഡർ ആയിരുന്നു. നിങ്ങൾക്കാർക്കും എന്താ അങ്ങനെ തോന്നായിരുന്നേ? അത് പിന്നെ അവൻ നന്നായിട്ട് മദ്യപിച്ചിരുന്നു. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതിനിടയിലുണ്ടായ ആക്സിഡന്റ് ആയിരുന്നു അത്. ഇപ്പോൾ വനജ പറഞ്ഞത് 100% ശരിയാ. പക്ഷേ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു കൊലപാതക സാധ്യത എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചില്ലെന്നാ ഞാൻ ചോദിച്ചത്. അങ്കിൾ എന്നെ അങ്ങനെ തോന്നാൻ കാരണം? മോൾ എന്നെ വിശ്വസിക്കാൻ മോളുടെ ഞാൻ സീക്രട്ട് ചോദിക്കാം. അല്ലെങ്കിൽ വേണ്ട, ആദ്യം വനജയോട് ചോദിക്കാം. വനജ നല്ലൊരു അമ്മയാണോ? വനജയ്ക്ക് മോളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാവോ? അത് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും പറയാം, എനിക്കറിയാത്തതായി അവളുടെ ജീവിതത്തിൽ ഒന്നുമില്ല. ആണോ മോളെ? അങ്ങനെ തന്നെയാണോ? അത് അമ്മയ്ക്കെല്ലാം അറിയാം. ഓക്കെ, മോളുടെ സീക്രട്ടൊന്നും അങ്കിളായിട്ട് വിളിക്കുന്നില്ല. സമയം പോലെ മോള് തന്നെ അമ്മയോട് പറഞ്ഞാൽ മതി. ഇപ്പൊ മോക്ക് മനസ്സിലായോ നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാമെന്ന് അങ്കിള് വെറുതെ പറഞ്ഞല്ലോ? വിനോദിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതും വെറുതെ സംശയം പറഞ്ഞതല്ല. നിങ്ങൾക്കത് അറിയണമെങ്കിൽ ഞാൻ പറയാം. വേണം. എനിക്കൊരു ഗ്ലാസ് വെള്ളം കൂടി വേണം. മോളെ ഗ്ലാസ് അമ്മയുടെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കേ. പ്ലീസ്. ഇരിക്കേ. മോള് പേടിക്കണ്ട. ആദർശിനെ കുറിച്ച് ഞാൻ അമ്മയോട് പറയുന്നില്ല. പക്ഷെ ആരെയും 100% വിശ്വസിക്കരുത്. അങ്കിളിന്റെ അനുഭവം അതാ. അങ്ങനെയൊന്നുമില്ല. വി ജസ്റ്റ് ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെന്ന് അങ്കിൾ വിട്ടു പോരെ. പറഞ്ഞിരിക്കെ. ഇരിക്കുന്നു. എല്ലാവരുടെ മനസ്സിലും കുറച്ച് രഹസ്യം ഉണ്ടാവും. അതാണ് അവരുടെ പ്രൈവസി. എല്ലാവരെക്കുറിച്ചും എല്ലാം അറിയണമെന്ന് നമ്മൾ വാശി പിടിക്കാനും പാടില്ല. അതുപോലെ ആരെയും നമ്മൾ പരിപൂർണമായി വിശ്വസിക്കരുത്. ചുറ്റുമുള്ളവരെ എല്ലാം നമ്മൾ സംശയത്തോടെ നോക്കിയാൽ വിനോദിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവനെപ്പോലെ ഒരു സാധുവിനെ ഇല്ലാതാക്കിയിട്ട് ആർക്ക് എന്ത് കിട്ടാനാ? ഈ ചോദ്യം സ്വയം ചോദിച്ചതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ വിനോദിന് എന്താ സംഭവിച്ചെന്ന് വനജയ്ക്ക് മനസ്സിലായി. ഇത് പറയാനാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? വിനോദിന്റെ കാര്യം പറയാനല്ല ഞാൻ വന്നേ, എന്റെ കാര്യത്തിനാ. പക്ഷെ നിങ്ങളെ കണ്ടപ്പോ വിനോദിനെ കുറിച്ച് പറയണം തോന്നി. വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയതിനെ പറ്റി ഇപ്പൊ പറഞ്ഞിട്ട് എന്തിനാ? ആളുകളെ തിരിച്ചറിയാം, ചുറ്റുമുള്ളവരെ മനസ്സിലാക്കാനും പറ്റും. നിങ്ങളുടെ സഹോദരന്റെ മനസ്സിനെക്കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഞാനെന്ത് പറയാനാ?
നിങ്ങൾ എന്തിനാ ശരിക്കും ഇങ്ങോട്ട് വന്നേ? അങ്കിള് വെറുതെ അച്ഛനെ കണ്ടു പോകാൻ വന്നതല്ലെന്ന് മനസ്സിലായി. നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. എനിക്കതിന് അനന്തന്റെ സഹായം വേണം. നിങ്ങൾ കാര്യങ്ങൾ തെളിച്ചു പറ. എനിക്ക് ഈ ഭൂമിയിൽ ആകെ അവശേഷിക്കുന്ന ബന്ധു എൻ്റെ മകൻ മാത്രമാണ്. അവന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും. ഓരോ തെറ്റിദ്ധാരണകളുടെ പേരിൽ അവനിപ്പോൾ എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. എത്ര തള്ളി പറഞ്ഞാലും അകറ്റി നിർത്തിയാലും എനിക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റത്തില്ലല്ലോ. അവനെ എനിക്ക് തിരിച്ചു വേണം. അനന്തനെ അവന് വലിയ വിശ്വാസമാണ്. അനന്തൻ പറഞ്ഞാൽ അവൻ കേൾക്കും. അച്ഛൻ എങ്ങനെയാ അങ്കിളുടെ മോനെ അറിയുന്നേ? ഞാൻ നാട്ടിലില്ലായിരുന്നപ്പോൾ അനന്തൻ അവനെ സഹായിച്ചത്. ഗിരിക്കും റോയ്ക്കും ഒക്കെ അവനെ അറിയാം. ജയരാമന്റെ മോന്റെ പേരെന്താ? ശബരി. നിങ്ങൾ ജയിലിലായിരുന്നില്ലേ ശബരിയുടെ അമ്മയെ കൊന്നതിന്? ഇറങ്ങ്, ഇപ്പൊ ഇറങ്ങണ ഇവിടുന്ന്, ഇറങ്ങി പോകാൻ. നിങ്ങൾ എന്തിനാ എത്ര ബഹളം വെക്കുന്നേ? റിലാക്സ്, റിലാക്സ്. അവിടെ ഇരിക്ക്. ഗർഭിണിയായ ഭാര്യയെ ചവിട്ടിക്കൊന്നു ക്രൂരനല്ലേ നിങ്ങള്? ഞാനും എന്റെ മോളും നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇങ്ങോട്ട് വന്നേ? ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല. എനിക്ക് എന്റെ മകനെ വേണം. എനിക്ക് അനന്തനോട് സംസാരിക്കണം. അല്ലാതെ ഞാൻ ഇവിടുന്ന് പോവുകയല്ല. സ്വന്തം അമ്മയെ കൺമുമ്പിലിട്ട് ചവിട്ടിക്കൊന്നു നിങ്ങളോട് ആ പയ്യൻ ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. ആരാ നിങ്ങളോട്? അതാരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. 14 കൊല്ലം ജയിലിൽ കിടന്ന ഒരുത്തൻ പോലീസ് കേട്ടാ പേടിക്കത്തില്ല വനജെ. മോളെ, അച്ഛനെ വിളിക്ക. ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു, ഫോൺ എടുത്തില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. മിടുക്കി. വെള്ളമെടുത്തോണ്ട് വരാൻ ലേറ്റ് ആയപ്പോഴാ ഞാൻ ഊഹിച്ചു. മെസ്സേജ് കണ്ടാൽ ഉടനെ അനന്തം വിളിച്ചോളൂ. വനജയുടെ ഫോണിൽ നിന്ന് വിളിച്ച അനന്തം കോൾ എടുക്കില്ലല്ലേ? നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിയമപരമായിട്ട് ഒഴിവാക്കുക. അല്ലാതെ എന്തെങ്കിലും നന്നാവും ചിന്തിച്ച് സ്വന്തം ജീവിതം പാഴാക്കരുത്. അല്ല, എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞ കേട്ടോ. മോളെ, ആരാ വിളിച്ചേ? അത് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു. ഞാൻ അച്ഛനെ വിളിക്കാം. അമ്മേ, അച്ഛൻ്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഹലോ. ആ അച്ഛാ, അച്ഛനെ കാണാൻ ജയരാമൻ എന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ടിട്ടേ പോകുള്ളൂ പറഞ്ഞ് അകത്ത് കയറിയിരിക്കുക. നിന്റെ അമ്മ എവിടെ ഇല്ലേ? അമ്മയോടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. ഞാൻ സംസാരിക്കാം. ഈ കണ്ണി കണ്ടവന്മാരൊക്കെ വീട്ടിൽ വിളിച്ചു കയറുന്നേ? അവനെ ഇപ്പൊ ഇറക്കി വിട്ടോണം. പിടിച്ചിറക്കി വിടാൻ ഞാൻ അവരുടെ മടിയിലൊന്നും അല്ലാണെന്താ. നീ ഇങ്ങു വാ, ഞാൻ ഇവിടെ തന്നെ കാണും. ജയരാമ, ആണുങ്ങൾ തമ്മിലുള്ളത് ആണുങ്ങൾ തമ്മിൽ തീർത്താ മതി. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഞാൻ അതിനാ വന്നേ. നീ പെട്ടെന്ന് ഇങ്ങു വാ. ശരി, കട്ടായല്ലോ. അച്ഛനാ. ഹലോ അച്ഛാ. മോളെ, ഇവിടെ റേഞ്ച് കുറവാ. മോള് പെട്ടെന്ന് റോയിയും ഗിരി ഒന്ന് വിളിച്ചേ. മോള് പേടിക്കണ്ട കേട്ടോ. ശരി അച്ഛാ. മോളെ, അച്ഛൻ എന്നാ പറഞ്ഞേ? റോയിച്ചായനെയും കിരിയേട്ടനെയും വിളിക്കാൻ. അത് നല്ലതാ. അവരെല്ലാം കൂടെ ശബരിയോട് സംസാരിച്ച ശബരിയുടെ മനസ്സ് മാറിയേക്കും. മോളൊരു കാര്യം ചെയ്യേ, ആദ്യം റോയിയെ വിളിക്ക്. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം വനജയൊന്ന് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ താളത്തിനൊത്ത് തുള്ളാൻ എന്നെ കിട്ടുകയല്ല. എനിക്ക് വേണ്ടിയല്ല, വിനോദിന്റെ മരണത്തിന് പിന്നിലെ സത്യാവസ്ഥ വനജയ്ക്ക് മനസ്സിലാവാനാ. ഇനിയെങ്കിലും വിശ്വസിക്ക്, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല. ഞാൻ ഇവിടുന്ന് പോകും മുമ്പ് പല സത്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ റോയിച്ചായനെ വിളിക്കാം. അങ്കിള് പറഞ്ഞോലെ അമ്മയൊന്ന് പറഞ്ഞു നോക്ക്. കൂടുതലൊന്നും പറയണ്ട, ഇത്രയും പറഞ്ഞാൽ മതി. വിനോദിന്റെ ആക്സിഡന്റ് റോയിയുടെ പ്ലാൻ ആയിരുന്നല്ലേ? എനിക്ക് ഇതിന് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണത്തിനെ വെറുതെ വിടില്ല. ഹലോ, എന്താ മോളെ? ഗായത്രി അല്ല, ഞാനാ. എനിക്കൊരു കാര്യം ചോദിക്കാൻ. ആ കോൾ റെക്കോർഡ് ചെയ്യും മോളെ. ആരാ പറഞ്ഞത്? വിനോദിന്റെ ആക്സിഡന്റ് റോയിയുടെ പ്ലാൻ ആയിരുന്നല്ലേ? എനിക്കതിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ഒരെണ്ണത്തെ ഞാൻ വെറുതെ വിടത്തില്ല. അതിപ്പോ ആരായാലും ശരി.
റോയിനെ ഒന്നുകൂടെ വിളിച്ച്. വിളിച്ചിട്ട് സ്പീക്കർ ഇട്. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ വിശ്വാസമായോ? വനജ പറയുന്നത് കേട്ട് പേടിച്ചത് കൊണ്ടാ അവൻ ഫോൺ ഓഫ് ആക്കിയത്. അപ്പൊ റോയിച്ചായനാണോ വിനോദ് മാമനെ? എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ റോയിക്കെല്ലാം അറിയാം. കുറച്ചു മുമ്പ് മോളുടെ അമ്മ എന്നെ കുറിച്ച് പറയുന്ന മോള് കേട്ടില്ലേ? ശബരിയുടെ കൺമുമ്പിൽ വെച്ച ഞാൻ അവന്റെ അമ്മയെ ചവിട്ടിക്കൊന്നു വന്നു. വനജ നേരിൽ കണ്ടതുപോലെയല്ല പറഞ്ഞത്. ആ സമയത്ത് വനജ ഇവിടെ ഉണ്ടായിരുന്നോ? ഹലോ അച്ഛാ. അവരെ വിളിച്ചോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല അച്ഛാ. കിട്ടുന്നവരെ ഒന്ന് വിളിക്ക്. മോൾ അമ്മേനെ കൊണ്ട് റൂമിൽ പോയിരുന്നോ? അവനോട് സംസാരിക്കണ്ട. അച്ഛൻ പെട്ടെന്ന് വരത്തില്ലേ? ഹലോ ഹലോ ഹലോ. അവൻ ഉടനെ എത്തിക്കോളും. ശരിക്കും ജയരാമന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചേ? വനജ എന്നെ കുറിച്ച് എന്താ കേട്ടിരിക്കുന്നേ? അത് നല്ലതൊന്നുമല്ല. അതെനിക്കറിയാം, എന്നാലും ഒന്ന് പറ. ജയരാമൻ ഒരു ആൽക്കഹോളിക് ആയിരുന്നെന്നും ഭാര്യയെ സംശയമായിരുന്നെന്നും കേട്ടിട്ടുണ്ട്. വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് അവരെ സംശയിച്ച് ശബരിയുടെ മുന്നിലിട്ട് ചവിട്ടിക്കൊന്നെന്നാ റോയി പറഞ്ഞേ. പിന്നെ സ്ഥിരമായി മദ്യപിച്ചു വന്ന ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു മോശം ക്യാരക്ടറായിട്ടാണ് ജയരാമനെ പറ്റി ഞാൻ കേട്ടിട്ടുള്ളത്. സ്വന്തം മകനോട് ഇത്രയും ക്രൂരത കാട്ടിയിട്ട് എല്ലാം മറന്ന് ആ മകൻ കൂടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന എന്തിനാ? അതിനുള്ള യോഗ്യതയുണ്ടോ അങ്കിളിന്? മോള് പറഞ്ഞ നേരാ, അങ്കിളിനൊരു യോഗ്യതയില്ല. ശബരിയെ മകന് വിളിക്കാനുള്ള അവകാശവും അർഹതയില്ല. പക്ഷേ ഹലോ അച്ഛാ. മോളെ ഗിരി അങ്ങോട്ട് വന്നോ? ഞാൻ റോയിയെ വിളിച്ചിട്ട് ഫോൺ ഓഫ് ആണല്ലോ. എന്നാ പെട്ടെന്ന് ഗിരിയെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാൻ പറ. അച്ഛൻ വന്നോണ്ടിരിക്ക. ഹലോ ഹലോ ഹലോ. ഗിരിയേട്ടനെ വിളിക്കാനാ അച്ഛൻ പറഞ്ഞത്. ഗിരി വരില്ല മോളെ. ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ അവനെ കണ്ടിരുന്നു. വണ്ടി ഇങ്ങോട്ട് നിൽക്കും. എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞറിയാവോ? ഇവിടെയാവുമ്പോ നിനക്ക് എന്നെ കേൾക്കാനുള്ള ക്ഷമയുണ്ടാവും. നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞു വിളിക്ക്. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളതാ. നിനക്ക് ഇവിടെ നിൽക്കാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ള നീയും മനസ്സിലാക്കണം, അനുസരിക്കണം. ഭീഷണിയാണോ? അല്ല, അപേക്ഷയാണ്. ഉറ്റവരും ഇടയരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോയൊരു സാധാരണക്കാരൻ്റെ അപേക്ഷ. എൻ്റെയോ ശബരിയുടെ ജീവിതത്തിലേക്ക് നീയോ റോയിയോ ഇനി കടന്നു വരരുത്. അവനെ എന്നിൽ നിന്നും അകറ്റരുത്. അവനെ ഞാനായിട്ട് നിങ്ങളിൽ നിന്ന് അകറ്റേണ്ട കാര്യമില്ല. അവൻ ഈ ഭൂമിയിൽ ഏറ്റവും വെറുക്കുന്നത് നിങ്ങളെയാ. അതിനി ഒരു മാറ്റം വരത്തില്ല. അവനെ അങ്ങനെയാക്കിയത് നിങ്ങളൊക്കെ തന്നെയല്ലേ? ക്ലാസ് മുറികളിലും കളിസ്ഥലങ്ങളിലുമൊക്കെ മറ്റുള്ളവരെ കൊണ്ട് എൻ്റെ പേരും പറഞ്ഞ് അവനെ കളിയാക്കിയത്, ഒറ്റപ്പെടുത്തത് എല്ലാം നീയല്ലേ? എന്നിട്ട് ആശ്വസിപ്പിക്കാനായി നീ അവൻ്റെ അടുത്തിയല്ലോ. അവൻ നേരിട്ട് ഓരോ അവഗണനയും എന്നോടുള്ള വെറുപ്പാക്കി മാറ്റുന്നത് നീയാണ്. ഓ, നിങ്ങളപ്പോ എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള വരവാണല്ലേ? ഞാൻ വിചാരിച്ച പോലല്ല. നിങ്ങൾ ആള് കൊള്ളാം. നിങ്ങളിത് കൊണ്ടുപോയി ശബരിയുടെ മുന്നിൽ വിളമ്പിയാ അവൻ തൊണ്ട തൊടാതെ ഒഴുകുമെന്ന് തോന്നുന്നുണ്ടോ? പുറംകാലിന് ചവിട്ടി കൂട്ടും നിങ്ങളെ അവൻ. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നെ അവനെയും തമ്മിൽ അകറ്റിയിട്ട് നിനക്കൊക്കെ എന്താ ഗുണം? അവൻ നിങ്ങളെ വെറുക്കുന്നതിന് നിങ്ങൾ തന്നെയല്ലേ കാരണം. ആരും ഒന്നും മറന്നെന്ന് കരുതരുത്. ആരും ഒന്നും മറക്കരുത്. അങ്ങനെ മറന്നിട്ടുണ്ടെങ്കിൽ ചിലതൊക്കെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ സ്ഥലം നിനക്ക് ഓർമ്മ കാണുമല്ലോ. ഈ ഫാക്ടറിയിലാ നിന്റെ അച്ഛൻ ശ്രീകുമാർ ജോലി ചെയ്തിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായ തീപിടുത്തത്തിലാ നിന്റെ അച്ഛൻ മരിക്കുന്നത്. ഗിരീഷ് കുമാറിന് അത് ഓർമ്മ കാണുമല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നേ? കാര്യമുണ്ട്. ശ്രീകുമാർ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ വലിയൊരു അഴിമതി കണ്ടെത്തിയിരുന്നു.
അന്നത്തെ സൂപ്പർവൈസറും മാനേജരും അടങ്ങിയ പലരുടെ നിലനിൽപ്പിനെ നിന്റെ അച്ഛൻ ചോദ്യം ചെയ്തു. ഒടുവിൽ അവർ വെച്ച് നീട്ടിയ വലിയ തുകയ്ക്ക് മുമ്പിൽ അയാളും വീണു. അല്ല, അന്നത്തെ സൂപ്പർവൈസർ മോഹന വാഗ്ദാനങ്ങൾ നൽകി ശ്രീകുമാറിനെ വീഴ്ത്തിയെന്ന് പറയുന്നതാവും ശരി. പക്ഷേ കൈനിറയെ പണം കിട്ടിയപ്പോൾ ശ്രീകുമാറിന്റെ ആവശ്യങ്ങളും കൂടിക്കൂടി വന്നു. വീണ്ടും വീണ്ടും അയാൾ പണം ചോദിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ഷോർട്ട് സർക്യൂട്ടോടെ അവരെല്ലാം പരിഹരിച്ചു. അതോടെ ശ്രീകുമാറിന്റെ ശല്യം ഇല്ലാതായെന്ന് മാത്രമല്ല, കമ്പനിക്ക് ഭീമമായ ഇൻഷുറൻസ് തുകയും പുതിയ മെഷീനറീസ് വാങ്ങിയ വകയിൽ സൂപ്പർവൈസർക്കും മാനേജർക്കും വലിയൊരു തുക കമ്മീഷനും കിട്ടി. ഇതൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞത്? പറഞ്ഞു തീർന്നില്ല, നീ ബാക്കി കൂടി കേക്ക്. കമ്മീഷൻ കിട്ടിയ തുക കൊണ്ട് അന്നത്തെ മാനേജർ ടൗണിൽ സ്ഥലം വാങ്ങി പുതിയൊരു കെട്ടിടം പണിതു. അവിടെയാ നിന്റെ ഓഫീസ്. അന്നത്തെ ഫാക്ടറി മാനേജറുടെ പേര് MS അനന്തകൃഷ്ണൻ, അതായത് നിന്റെ അനന്തേട്ടൻ. കുറെ ഇല്ലാ കഥകൾ പറഞ്ഞ് എന്റെ മനസ്സ് മാറ്റാമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ ഈ പറഞ്ഞൊന്നും ഞാൻ വിശ്വസിക്കില്ല. നിന്റെ മനസ്സുമായിട്ട് എനിക്കെന്ത് കിട്ടാനാ? നിന്നോടുള്ള സഹതാപം കൊണ്ട് പറഞ്ഞതാ. നിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ടല്ലോ, നീ പോയി അമ്മയോട് ചോദിക്ക്. അമ്മയോട് ചോദിക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. മോനെ, നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. നീ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു കാര്യമില്ല അനന്തം നിന്നെ എന്തിനും സഹായിക്കുന്നേ? അവൻ്റെ ഉള്ളിൽ കുറ്റബോധം തോന്നിക്കാണും. അല്ലെങ്കിൽ നിന്നെ കൂടെ നിർത്തിയാൽ പിന്നെ പഴയതൊന്നും ചികഞ്ഞെടുക്കാൻ ആരും വരില്ലെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അവനെ എനിക്കറിയാവുന്ന പോലെ നിനക്കറിയില്ല. സ്വാർത്ഥനാണവൻ. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുണ്ടോ? തെളിവ് നിന്റെ വീട്ടിൽ തന്നെ കാണും, നീ പോയി നോക്ക്. ഇതൊക്കെ നിങ്ങളിങ്ങനെ അറിഞ്ഞേ? നിന്റെ അച്ഛൻ്റെ ഒരു സുഹൃത്തുണ്ട്, കടപ്പളാക്കൽ ബേബിച്ചൻ. ശ്രീകുമാറിനൊപ്പം ഈ ഫാക്ടറി ജോലി ചെയ്യുന്ന ആളാ. നീ അമ്മയും കൂട്ടി ബേബിച്ചൻ ചെന്ന് കാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ നിനക്കറിയാൻ സാധിക്കും. പോകുകയോ പോകാതിരിക്കുകയോ അത് നിന്റെ ഇഷ്ടം. ഇതുവരെ ഞാൻ പറഞ്ഞത് നിനക്ക് വേണ്ട കാര്യങ്ങൾ. എനിക്ക് വേണ്ടത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. എന്റെയോ ശബരിയുടെ ജീവിതത്തിൽ ഇനി നീ ഉണ്ടാവരുത്. ശബരി ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കില്ല. അത്രയ്ക്ക് വെറുത്തുപോയി. ഒരുപാട് സഹിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ കൂടുതൽ സങ്കടപ്പെട്ടിട്ടുമുണ്ട്. അനന്തേട്ടൻ റോഹിച്ചനും പറയുന്നതിനപ്പുറം അവനൊന്നും ചെയ്യില്ല. എൻ്റെ അടുത്ത് വന്ന പോലെ അവരുടെ അടുത്ത് ചെന്നാൽ നിങ്ങളെ അവർ ജീവനോടെ വെച്ചേക്കില്ല. ഒന്നും നഷ്ടപ്പെടാൻ ബാക്കിയില്ലാത്തവന്റെ ധൈര്യം നിനക്കറിയില്ല. എനിക്ക് നഷ്ടപ്പെട്ടതൊന്നും തിരിച്ചു പിടിക്കാറിങ്ങിയതല്ല ഞാൻ അനുഭവിച്ച വേദന അതിന് കാരണക്കാരായാലെ കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. പോയ കാലത്തിന്റെ ചുടലപ്പറമ്പിലെ പാച്ചെടികളെ വെട്ടിയെറിഞ്ഞ് കത്തിച്ചിട്ട് ജയരാമൻ ഈ മണ്ണ് വിട്ടു പോകൂ. അതിന് ഏതു വഴിയും ഞാൻ സ്വീകരിക്കും. എന്തൊന്നാറിയ കളിയും ഞാൻ കളിക്കും. ഇനി എന്റെ മുമ്പിൽ വന്നാൽ കളയും ഞാൻ. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നിങ്ങളെപ്പോലെ ഒരാളുടെ വാക്കുകൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? എന്റെ അച്ഛനെ എനിക്കറിയാം. മോൾക്ക് എന്നോട് ദേഷ്യം തോന്നുന്നതിൽ എനിക്ക് അതിശയമൊന്നുമില്ല. എന്നെ ആരും വിശ്വസിക്കില്ല. പണ്ടും അതങ്ങനെ തന്നെയായിരുന്നു. 16 വർഷം മുമ്പ് വരെ മുഴുക്കുടി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇപ്പോ കൊലപാതക എന്ന പേരിൽ. എന്റെ സിൻസിയറിറ്റിയും ക്രെഡിബിലിറ്റിയും കാലം തെളിയിച്ചോളൂ. അനന്തേട്ടൻ വരുന്നതിന് മുമ്പ് ജയരാമൻ ഇവിടുന്ന് പൊക്കോ. ഈ കുടുംബത്തിന്റെ സമാധാനം തകർക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എനിക്കെൻ്റെ മോളുടെ ജീവിതമോ വലുത്. ഇപ്പോൾ മറ്റാരും എൻ്റെ മനസ്സിലില്ല. എനിക്ക് നിങ്ങളുടെ കുടുംബം തകർക്കണമെന്നോ ഗായത്രിമോടെ ജീവൻ നശിപ്പിക്കണമെന്നില്ല. മുമ്പ് വനജ പറഞ്ഞ പോലെ 16 വർഷം മുമ്പ് ഞാൻ ശബരിയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഇരട്ട ജീവപര്യന്തവും കൊലപാതകം എന്ന പേരുവാ. ജയരാമൻ എന്താ പറഞ്ഞു വരുന്നേ? അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പേടിക്കണ്ട. ഞാനിവിടെ പ്രശ്നം ഉണ്ടാക്കാണ്ട് വന്നൊന്നുമല്ല. ശബരിയുടെ ഭാവിയെ ഓർത്താ സ്വന്തം ഭാര്യയെ കൊന്നുവെന്ന് പറയുമ്പോൾ ജയരാമൻ എന്താ പറയാൻ ഉദ്ദേശിച്ചേ? ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കില്ലല്ലോ. അങ്ങനെ ഒരു മുൻവിധിയോടെയല്ലേ ഞാൻ പറഞ്ഞ് നിങ്ങൾ കേൾക്കുകയുള്ളൂ. ഗിരിയോട് അവൻ്റെ അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും കുറച്ചു മുമ്പ് വിനോദിൻ്റെ ആക്സിഡന്റിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞപ്പോഴും നിങ്ങളത് വിശ്വസിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഗിരിക്ക്
ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടാവും. ജയരാമൻ ഇപ്പൊ പോ. അനന്തേട്ടനെ കാണാനാണെങ്കിൽ നാളെ വാ. ഗിരിയേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. റോയിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ആ ജയറാമൻ ഒറ്റെടുത്തതിനെല്ലാം കാരണം. അയാളെന്തിനാ അനന്തേട്ടൻ്റെ വീട്ടിലോട്ട് പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നിന്നിൽ നിന്ന് അകറ്റാൻ അവൻ ഈ കളി കളിക്കുന്നത്. ഞങ്ങൾ നിന്നെ ഒഴിവാക്കിയാൽ അവൻ ആ ഗ്യാപ്പിൽ കയറാം. അതാ അവന്റെ ഉദ്ദേശം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. റോഹിച്ചനെയും ഗിരിയേട്ടനെയും ഞാൻ കണ്ട് സംസാരിച്ചോളാം. അനന്തേട്ടൻ വീട്ടിലോട്ടില്ലേ, വെറുതെ അവരെ ടെൻഷൻ അടിപ്പിക്കണ്ട. അവൻ വീട്ടിൽ ചെന്ന് എന്തൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയില്ലോ. മോളുടെ സംസാരത്തിൽ പോലും ചെറിയൊരു മാറ്റം ഫീൽ ചെയ്തു. അയാൾ എന്ത് പറഞ്ഞു വീട്ടിൽ നിന്ന് പോയത്? നാളെ വീണ്ടും വരുമെന്ന് പറഞ്ഞ അവൻ പോയത്. എന്നെ കണ്ടേ തീരുമെന്നുള്ള വാശിയിലവൻ. അയാൾ വരട്ടെ. അയാൾ പറയുന്നത് ആര് വിശ്വസിക്കാനാ? അവൻ അവിടെ ചെന്ന് എന്തൊക്കെ കള്ളങ്ങളാ പറഞ്ഞെന്ന് ആലോചിക്കുമ്പോഴാണ് ടെൻഷൻ. അനന്തേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൂടെ വരാം. അയാൾ പറയുന്ന ഒന്നും വിശ്വസിക്കരുതെന്ന് ഞാൻ പറഞ്ഞോളാം. ഏതായാലും ഇന്നിനി ഞാൻ വീട്ടിലോട്ട് പോകുന്നില്ല. നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അനന്തം വന്നില്ലേ? ഉച്ചയ്ക്ക് മുമ്പ് വരുമെന്ന് രാത്രി മോളോട് വിളിച്ചപ്പോൾ പറയുന്ന കേട്ടു. ഗായത്രി ഇല്ലേ? ഗായത്രിയെ ഞാൻ എൻ്റെ വീട്ടിലോട്ടാക്കിയേക്കുക. എക്സാം അല്ലേ, അവളവിടെ ഇരുന്ന് പഠിച്ചോളൂ. ഞാനൊരു കാര്യം ചോദിച്ചാൽ ജയരാമൻ സത്യം പറയണം. വനജയ്ക്ക് എന്താ അറിയേണ്ടത്? വിനോദിന്റെ മരണം ഒരു ആക്സിഡന്റ് അല്ലെന്ന് പറയാൻ ജയരാമന്റെ കയ്യിൽ തെളിവ് വല്ലതും ഉണ്ടോ? വിനോദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വനജ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വിനോദ് പതിവായി സ്ലീപ്പിംഗ് പിൽസ് കഴിക്കാറുണ്ടായിരുന്നോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വിനോദ് ഉറക്കോളി കഴിച്ചായി പറയുന്നുണ്ട്. അമിതമായി മദ്യപിച്ച് അറിഞ്ഞോ അറിയാതെ സ്ലീപ്പിംഗ് പിൽസും എടുത്ത് രാത്രി 11 മണിക്ക് തോട്ടത്തിൽ നിന്ന് ഇത്ര തിടുക്കപ്പെട്ട് വിനോദിന്റെ വീട്ടിലേക്ക് വരുന്നത്. അതിന്റെ ഉത്തരവ് ആലോചിച്ചാൽ മനസ്സിലാവും വിനോദിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നു. ജയരാമൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റോയ്ക്ക് അതിൽ പങ്കുണ്ടെന്നല്ലേ ഇന്നലെ പറഞ്ഞേ? അതിന്നാൾ റോയിയെ വിളിച്ചപ്പോൾ വനജയ്ക്ക് മനസ്സിലായില്ലേ? ഇവിടെ കയറി വന്ന് വെറുതെ കള്ളം വേണ്ട കാര്യമൊന്നും എനിക്കില്ല. വിനോദിന്റെ കാര്യത്തിൽ പലതും വനജയ്ക്ക് മനസ്സിലായിട്ടെന്ന് എനിക്കറിയാം. പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാനും അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലേ? എനിക്കെൻ്റെ മോളുടെ ജീവിതമാണ് വലുത്. പോയവര് പോയി. ഇനി അതിൻ്റെ പേരിലുള്ള സ്വസ്ഥത നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ശബരിക്ക് വേണ്ടി സംസാരിക്കാൻ മാത്രമല്ല നിങ്ങളിവിടെ വന്നത്. നിങ്ങൾക്ക് മറ്റെന്തോ ഉദ്ദേശവും കൂടിയുണ്ട്. അതല്ല നിങ്ങളെപ്പറ്റി പലതവണ ചോദിച്ചിട്ടും വ്യക്തമായിട്ട് നിങ്ങളൊന്നും പറയാത്തത്. എന്നെക്കുറിച്ച് വനജയ്ക്കറിയേണ്ടതെല്ലാം ഞാൻ പറയാം. വല്ലപ്പോഴും കൂട്ടുകാരോടൊപ്പം കമ്പനി കൂടാൻ വേണ്ടി 1-2 പെഗ് മാത്രം കഴിച്ചെന്ന് ഞാൻ ആദ്യമായി ബോധം മറന്നവരെ കഴിച്ചത് എൻ്റെ കല്യാണം കഴിഞ്ഞ 4-ാം ദിവസമായിരുന്നു. എൻ്റെ ഭാര്യയോട് മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി കുടിച്ചതാ. എന്നിട്ട് സംസാരിച്ചു. ഒരു ഭാര്യയും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊക്കെ അവളോട് പറഞ്ഞു. അവളെ ഞാൻ തുടരുതെന്ന്, അവക്ക് വേറെ ആളുണ്ടെന്ന്. ബെഡ്റൂമിന് വെളിയിൽ അവൾ നന്നായിട്ട് അഭിനയിച്ചു. സ്വന്തം മകളെ പോലെ അവളെ സ്നേഹിക്കുന്ന അച്ഛനെയും അമ്മയും കാണുമ്പോൾ ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്നോർത്ത് അവളുടെ മനസ്സ് മാറാൻ ഞാൻ കാത്തിരുന്നു.
പക്ഷേ നാളുകൾ കഴിയും തോറും അവൾക്ക് എന്നോടുള്ള അവഗണന കൂടി വന്നു. ബോധം മറയും വരെ കുടിച്ചിട്ട് വീട്ടിലെത്തിയാൽ ഞാൻ ഹാളിൽ കിടന്നുറങ്ങുന്നതിന് ഉത്തരവാകുമല്ലോ എന്ന് കരുതി അവിടെയും അവളെന്നെ തോൽപ്പിച്ചു. എന്റെ ബെഡ്റൂമിൽ, എന്റെ കട്ടിലിൽ അവളുടെ കാമുകൻ വരുന്നുണ്ടറിഞ്ഞപ്പോ എന്റെ ക്ഷമ നശിച്ചു. പിന്നെ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടും ആരും എന്നെ വിശ്വസിച്ചില്ല. അവരുടെ മുമ്പിൽ ഞാൻ കുടിയനായിരുന്നല്ലോ. കുടിച്ചു ബോധമില്ലാതെ നടക്കുന്നവൻ. രാധികയുടെ കാമുകൻ ആരാണെന്ന് കണ്ടെത്തി അവരെ ഒരുമിച്ച് ജീവിക്കാൻ വിട്ടുകൂടായിരുന്നു. ആരാണെന്ന് ഞാൻ എത്ര ചോദിച്ചിട്ടും അവൾ പറഞ്ഞിട്ടില്ല. ആളെ മനസ്സിലാക്കി വന്നപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി. ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വാണിജ്യ നിർബന്ധിച്ചോണ്ടാ ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞത്. വിനോദ് മരിച്ച ദിവസം അവന്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ജയരാമൻ അറിയാവോ? അവന്റെ കൂടെ എസ്റ്റേറ്റ് ഉണ്ടായിരുന്ന റോയി. അവനെ ഇങ്ങോട്ട് അത്യാവശ്യം പറഞ്ഞ് വിളിച്ചത് ഗിരി. ജയരാമൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് പറഞ്ഞത് മനസ്സിലാവും. അന്ന് വിനോദ് മരിച്ച ദിവസത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? വിനോദിന്റെ വിവാഹം നിശ്ചയിച്ച ദിവസമായിരുന്നു. ഇപ്പോ കാര്യങ്ങള് കൂടുതൽ ക്ലിയർ ആയില്ലേ? ജയരാമന് വിനോദിന്റെ കാര്യത്തിൽ ഇത്ര താല്പര്യം തോന്നാൻ കാരണം എന്താ? ജയരാമൻ ജയിലിലായിരിക്കുന്ന സമയത്തല്ലേ വിനോദ് മരിക്കുന്നേ. ഒരു നേട്ടമില്ലെങ്കിൽ ജയരാമൻ ഇതൊക്കെ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. വനജ അനന്തനെ പോലെ ചിന്തിച്ചു തുടങ്ങിയല്ലോ. ഞാനിവിടെ വന്നത് ശബരിയെ കുറിച്ച് സംസാരിക്കാനാ. നിങ്ങളെ കണ്ടപ്പോ വിനോദം സംഭവിച്ചെന്നാണ് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. വിനോദിന്റെ കാര്യം പറയാനുള്ള ആവേശം താല്പര്യമൊന്നും സ്വന്തം കാര്യത്തിൽ കണ്ടില്ല. അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ജയരാമൻ അല്ലെങ്കിൽ പിന്നെ ആരാ ശബരിയുടെ അമ്മയെ കൊന്നേ? ശബരിക്ക് 8 വയസ്സുള്ളപ്പോൾ രാധിക രണ്ടാമതും ഗർഭിണിയായി. അതോടെ എൻ്റെ മദ്യപാനവും ഫ്രസ്ട്രേഷനും കൂടി. 2-3 തവണ ശബരിയുടെ മുമ്പിൽ വെച്ച് പോലും ഞാൻ രാധികയെ തല്ലിയിട്ടുണ്ട്. അപ്പോഴേക്കും അവൾ എന്നെ വല്ലാതെ പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചു തുടങ്ങിയിരുന്നു. എനിക്കെതിരെ അവൾ എന്തു പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കുമെന്നുള്ള കോൺഫിഡൻസ് ആയിരുന്നു അവൾക്ക്. അതുപോലെ ആ സമയത്ത് അവളുടെ ഇഷ്ടക്കാരൻ്റെ കൂടെ പോകാനുള്ള പ്ലാനും ഉണ്ടായിരുന്നു. ജയരാമന്റെ അച്ഛനും അമ്മയും ഇതൊന്നും അറിയുന്നില്ലായിരുന്നു. ഇതിനൊക്കെ 6-7 മാസം മുമ്പ് എൻ്റെ അമ്മ മരിക്കുന്നത്. അതിനു മുമ്പേ എൻ്റെ അച്ഛനും പോയിരുന്നു. എന്നിട്ട് ഒരു ദിവസം രാത്രി ഞാൻ വീടെത്തിയപ്പോൾ അവളുടെ റൂമിൽ നിന്ന് അടക്കി പിടിച്ച് സംസാരം കേൾക്കാമായിരുന്നു. ആ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന് അവളുടെ കാമുകൻ പറയുന്നതും അവൾ അതിനെ എതിർക്കുന്നതും കേൾക്കാമായിരുന്നു. അവന്റെ കൂടെ അവളെയും ശബരിയെയും കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് കൂടി അവൻ പറഞ്ഞതോടെ അവർ തമ്മിൽ വഴക്കായി. ഒടുവിൽ അവളുടെ അമർത്തിയ നിലവിളി കേട്ട് ഞാൻ പിറവശത്ത് ജനലിലൂടെ നോക്കിയപ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു പിടയുന്ന രാധികയായിരുന്നു. അയാളെ കണ്ടില്ലേ? രാധികയുടെ കാമുകനെ. എന്നെ കണ്ടതേ ഇരുട്ടിലേക്ക് ഓടി പറയുന്നവന്റെ മുഖം ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. ജയരാമൻ ഇതെന്താ പോലീസിനോട് പറയാഞ്ഞേ? ഞാൻ പറഞ്ഞതാ, ആരും അത് വിശ്വസിച്ചില്ല. എല്ലാ തെളിവുകളും എനിക്കെതിരായിരുന്നു. ശബരി എനിക്കെതിരെ കൊടുത്ത മൊഴിയായിരുന്നു അതിൽ പ്രധാനം. ഇവനെ വിളിച്ച് വീട്ടിൽ കയറാനോടെ നീ മോളെ പറഞ്ഞ് നീ നിന്റെ വീട്ടിൽ വിട്ടത്? നീ എന്തിനാണെന്താ വെറുതെ ചൂടാകുന്നത്? നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് മറ്റാരെങ്കിലും കണ്ടാൽ അത് നിനക്ക് നാണക്കേടാ. ജയരാമ, ഇന്നലെ തന്നെ നിന്നോട് ഞാൻ പറഞ്ഞ വീട്ടിൽ കയറി ഷോ കാണിക്കരുതെന്ന്. പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഇവന് വേണ്ടി സംസാരിക്കാൻ. എനിക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങളാരാ? ഒരു കൊലയാളുടെ മകനെന്ന പേര് ഇത്ര നാളെ നാണം കിട്ടും മാനം കിട്ടുവാ ഞാൻ ജീവിച്ചത്. ഇപ്പൊ എന്നെ സഹായിക്കുന്ന ഓരോരുത്തരായിട്ടും നിങ്ങൾ എന്നെ നിന്ന് അകറ്റിക്കൊണ്ടിരിക്കുക. എന്തിനെന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? എൻ്റെ അമ്മയെ കൊന്നപ്പോൾ തന്നെ എന്നോട് കൊല്ലാമായിരുന്നില്ലേ? എന്തിനാ ഇങ്ങനെ നരയ്ക്കുക എന്നെ മാത്രം ബാക്കിയാക്കിയേ? ശബരി, നീ അച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത്. അച്ഛന് പറയാനുള്ളത് കൂടി നീ കേൾക്കണം. അവര് തമ്മിൽ സംസാരിക്കുന്നവർ നിനക്കെന്താടി കാര്യം? അകത്ത് കയറി പൊടി. എങ്കിൽ എനിക്കറിയേണ്ടത് ചോദിക്കാം. എന്റെ ആങ്ങളെ വിനോദ് എങ്ങനെയാ മരിച്ചേ? ആരാ അവനെ കൊന്നേ?
നീ എന്തൊക്കെയാ പറയുന്നത്? അവനെ കൊന്നെന്നോ? അതൊരു ആക്സിഡന്റ് അല്ലായിരുന്നോ? ആയിരുന്നോ? അത് വേറെ ഒരു ആക്സിഡന്റ് ആയിരുന്നോ? എന്റെ മുഖത്ത് നോക്കി പറ. ജയരാമ, ഇത് നിന്റെ അവസാനത്തെ കളിയാ. വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞ എന്റെ കുടുംബം തകർക്കാനാണ് പ്ലാനെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോകത്തില്ല. ഞാൻ ചോദിച്ചതിന് എന്തായിട്ട് എന്നോട് മറുപടി പറ. അവൻ വണ്ടി കയറിച്ചാൽ തന്നെ ഞാൻ എന്നാ പറയാനാ? കാവുംപ്രായിലെ സത്യനോട് ചെന്ന പിക്കപ്പാ വിനോദിന്റെ ബൈക്കിടിച്ചെറിപ്പിച്ചത്. അതിന് പാരിതോഷികം കിട്ടിയ കാശ് കൊണ്ടാ സത്യൻ പാലക്കാട്ട് റബ്ബർ തോട്ടം വാങ്ങിയത്. അവൻ വീണ്ടും നാട്ടിലെത്തിയിട്ടുണ്ട്. ആ, അതെനിക്കിട്ടുള്ള പണിയാണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം അവൻ എന്നോടെല്ലാം പറഞ്ഞു. അപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള 2 വർഷം നീ വെറുതെ ഇരിക്കല്ലായിരുന്നു. അത്യാവശ്യം ഗ്രൗണ്ട് വർക്ക് ഒക്കെ നടത്തിയിട്ടുണ്ടല്ലേ? അത് വേണമല്ലോ അനന്ത. നീ ഒരുപാടങ്ങ് വളർന്നില്ലേ? മാനേജറായിരുന്ന ഫാക്ടറി പൂട്ടിയാലെന്നാ നീ വലിയ തോട്ടം മുതലാളിയായില്ലേ? അതിനല്ലേ അളിയൻ ചെക്കനെ അങ്ങ് തീർത്തത്. പക്ഷേ സത്യനെ പോലൊരുത്തനെ കൊണ്ട് എന്നെ അങ്ങ് പടവാക്കാവെന്ന് വിചാരിച്ചെടുത്ത് നിനക്ക് തെറ്റിയല്ലോ അനന്ത. നിന്നെ തീർക്കാൻ എനിക്ക് ഒരുത്തന്റെ സഹായം ആവശ്യമില്ല. പിന്നെ സ്വന്തം ഭാര്യയെ ചവിട്ടിക്കൊന്ന നീ പറയുന്നത് ബോധമുള്ള ആരെങ്കിലും വിശ്വസിക്കുവോ? അയാള് കൊല്ലുന്ന അനന്തേട്ടൻ കണ്ടോ? ഞാൻ കണ്ടതാ. ഇയാളെ അമ്മയെ കൊല്ലുന്നത് ഞാൻ കണ്ടതാ. നീ എന്താ കണ്ടേ? എന്താ കണ്ടതെന്ന്? ചോരയിൽ കുളിച്ചു കിടക്കുന്ന നിന്റെ അമ്മയുടെ അടുത്ത് പകച്ചു നിൽക്കുന്ന എന്നെ നീ കണ്ടു കാണും. അല്ലെങ്കിൽ അവിടെ മുതൽ നീ കണ്ടിട്ടുള്ളൂ. അതിനു മുമ്പ് കാണുന്നൊന്നും നീ കണ്ടിട്ടില്ല. നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ ജീവിതം നശിപ്പിച്ച പോരാഞ്ഞിട്ടും ഇവിടെ ഉള്ളവരുടെ സമാധാനം കളയാനായിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത്. ശബരി, നിന്റെ അച്ഛൻ പറയുന്നത് കേൾക്കാനുള്ള ക്ഷമ നീ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ ഇന്നിങ്ങനെ ഒരു സംസാരം ഉണ്ടാകത്തില്ലായിരുന്നു. എത്രയായാലും നിന്റെ അച്ഛനല്ലേ. ഇനിയും സമയം വൈകിട്ടില്ല. നിങ്ങൾ തമ്മിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കേ. എന്റെ അവസ്ഥ എന്ത് ഇവിടെ ആർക്കും മനസ്സിലാവാത്തത്? എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഇയാൾ എന്റെ അമ്മയെ കൊന്ന കൂട്ടത്തിന് ജയിലിൽ പോകുന്നത്. അതിനു മുമ്പും പലതവണ എന്റെ കൺമുട്ട് എന്റെ അമ്മയെ ഉപദ്രവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛന്റെ അമ്മയുടെ സ്നേഹവും വാത്സല്യം കിട്ടുന്ന പ്രായത്തിൽ എനിക്ക് കിട്ടിയത് അവഗണനയും പരിഹാസവും മാത്രമാണ്. കൂടെ കൊലപാതകയുടെ മകൻ എന്ന പേരും. ജയറാമ, ഇനിയെങ്കിലും നിനക്ക് അവനെ വെറുതെ വിട്ടുകൂടെ? ഇനിയും ശല്യം ചെയ്താ ചിലപ്പോ അവൻ നിന്നെ കൊന്നിട്ട് ജയിലിൽ പോയിന്ന് വരും. അതാണോ നിനക്ക് വേണ്ടത്? മോനെ, ഇവർ നിന്നെ കൂടെ കൊണ്ടു നടക്കുന്നതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? വിനോദിന്റെ മരണം ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് പറഞ്ഞിപ്പം വിശ്വാസമായില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം തന്നെ അനന്തേട്ടൻ പറഞ്ഞത്. കൊന്നാലും തീരില്ല എനിക്ക് നിങ്ങളുള്ള വെറുപ്പ്. ഞാൻ എൻ്റെ അമ്മയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവോ അത്രത്തോളം തന്നെ നിങ്ങളെ ഞാൻ വെറുക്കുന്നുണ്ട്. ശബരിക്ക് പറയാനുള്ള ജയരാമൻ കേട്ടല്ലോ. ഇനിയും എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ശബരിക്ക് പറയാനുള്ള ഞാൻ ഇതിനു മുമ്പും കേട്ടിട്ടുണ്ട്. എനിക്ക് പറയാനുള്ള അവൻ കേട്ടിട്ടില്ലല്ലോ. മോനെ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ ഒന്നുകൂടെ പറയാ, ഞാനല്ല നിന്റെ അമ്മയെ കൊന്നത്. ഇന്നലെ മുതൽ ജയരാമൻ ഇത് തന്നെയല്ലേ പറയുന്നേ? ജയരാമനല്ല കൊന്നതെങ്കിൽ കൊന്നു ആരാന്ന് കൂടി പറ. ജയരാമനെ കുറിച്ച് എന്തറിഞ്ഞിട്ട് നീ അവന് വേണ്ടി സംസാരിക്കുന്നത്? ശബരിയുടെ മുത്തച്ഛൻ കൊടുക്കാന്ന് പറഞ്ഞ സ്ത്രീധന തുക കേട്ട് കണ്ണ് മഞ്ഞളിച്ചാണ് ജയരാമൻ രാധികയെ കല്യാണം കഴിക്കുന്നത്. കിട്ടാനുള്ള കാശ് കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ രാധികയെ കൊന്നു. അല്ലെന്ന് പറയാമോ ജയരാമന്? പറ ജയരാമ. വാങ്ങിന്നുള്ള നേരാ, അതല്ലാതെ നീ പറയുന്നതും സത്യമല്ല. അറിയാത്ത ബിസിനസ് ചെയ്ത് കടം കയറി മുടിഞ്ഞ് വീട് പണയത്തിരിക്കുന്ന സമയത്ത് രാധികയുടെ ആലോചന വന്നത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ആ പണം എനിക്ക് ആവശ്യമായിരുന്നു. വാങ്ങിയ കാശിനോടുള്ള നന്ദി കാണിക്കാൻ കൂടിയാ 9 വർഷം ഞാൻ അവിടെ സഹിച്ചത്. ഇവനൊരു അവസരവാദിയാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അനന്തം പറയാൻ വിട്ടുപോയൊരു കാര്യം കൂടിയുണ്ട്. എന്നെ പോലെ കടം കയറി നിൽക്കുന്ന ഒരാളെ വിലക്കെടുത്ത് ഇത്ര തിടുക്കപ്പെട്ട് രാധികയുടെ കല്യാണം നടത്തിയത് എന്തിനാണെന്ന് നിങ്ങൾ ആരും എന്താ ചിന്തിക്കാത്തത്? മോനെ, നിന്നോട് ഒരിക്കലും ഇത് പറയണമെന്ന് കരുതല്ല. ഇനിയെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ മോൻ ഒരിക്കലും അച്ഛനെ മനസ്സിലാവില്ല. രാധികയ്ക്ക് കല്യാണത്തിനും മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ബന്ധം. അതിൽ നിന്നും രാധിക അകറ്റാൻ അവർ കണ്ടെത്തിയ മാർഗമായിരുന്നു ഞാനുമായിട്ടുള്ള വിവാഹം. എന്റെ സാമ്പത്തിക ബാധ്യത മനസ്സിലാക്കി തന്നെയാ അവരെനിക്ക് വിലയിട്ടത്. ജയരാമൻ ഇപ്പൊ പറഞ്ഞതായിരുന്നു സത്യമെങ്കിൽ രാധികയുടെ വീട്ടുകാർ ജയരാമന്റെ ഭാഗത്ത് നിൽക്കുമായിരുന്നില്ലേ? ഭാര്യയെ നിലക്ക് നിർത്താത്തത് എന്റെ കഴിവുകേടാണെന്ന് അവർ പറഞ്ഞത്. അവർക്ക് അവരുടെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനമായിരുന്നു വലുത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും എൻ്റെ അമ്മയെ കൊന്ന നിങ്ങളുള്ള എൻ്റെ വെറുപ്പ് മാറില്ല. അന്ന് ഞാൻ റോച്ചിനും പെരുന്നാൾ കഴിഞ്ഞ് ആ സമയത്ത് തിരിച്ച് വീട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കള്ളത്തരം കാട്ടി ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടില്ലായിരുന്നോ? അമ്മ മരിച്ച ദിവസം ശബരി വീട്ടിലില്ലായിരുന്നോ?
ഞാൻ റോയിച്ചൻ്റെ കൂടെ പെരുന്നാൾ കൂടാൻ പോയേക്കുമായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴാണ് ഇയാളെൻ്റെ അമ്മയെ ചോരയെ കുളിച്ചു കിടക്കുന്ന അമ്മയെയും അടുത്ത് നിൽക്കുന്ന അച്ഛനെയും കണ്ടു വാവിട്ട് കരഞ്ഞ് 8 വയസ്സുകാരനോട് റോയി ആദ്യം പറഞ്ഞു കൊടുത്തത് നിന്റെ അച്ഛൻ അമ്മയെ കൊന്നുവെന്നാ. എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ ആ കുഞ്ഞു മനസ്സിൽ അത് പതിഞ്ഞുപോയി. അന്നാ നിമിഷം വരെ അവന്റെ ഒരു കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ നോക്കിയ അച്ഛനെ അവൻ മറന്നു. പകരം അമ്മയെ കൊന്നവനോടുള്ള പകയും വിദ്വേഷവും മനസ്സ് നിറഞ്ഞു. മോനെ, അമ്മയെ കൊന്നുകളയാനായിരുന്നെങ്കിൽ 9 വർഷം അച്ഛനെ കാത്തിരിക്കണ്ടായിരുന്നല്ലോടാ. ഒരു വീട്ടിൽ കഴിഞ്ഞിട്ടും ഒറ്റ രാത്രി പോലും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടില്ല ഞങ്ങള്. കൊല്ലാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ കൊല്ലായിരുന്നല്ലോടാ. ജയരാമൻ എന്താ ഇപ്പൊ പറഞ്ഞേ? ശബരി ജയരാമന്റെ മകനല്ലേ? അല്ല, അതെനിക്കും അവക്ക് മാത്രമേ അറിയായിരുന്നുള്ളൂ. ശബരി എന്റെ മകനാണെന്നാ അവളുടെ കാമുകൻ പോലും വിചാരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവൾ രണ്ടാമതും ഗർഭിണിയായപ്പോൾ കളയാൻ നിർബന്ധിച്ചത്. ആ തർക്കമാണ് രാധികയുടെ ജീവനെടുത്തത്. അല്ലാതെ ഞാനല്ല നിന്റെ അമ്മയെ ഇല്ലാതാക്കിയത്. ഇതൊന്നും 4 ആൾ അറിയാതിരിക്കാനാ അച്ഛൻ ഇത്ര നാളും ആരോടൊന്നും പറയായിരുന്നത്. കുറച്ചു മുമ്പ് മോൻ അമ്മയെക്കുറിച്ച് അഭിമാനത്തോടെ പറഞ്ഞില്ലേ? ആ അമ്മയുടെ പേരിൽ മോൻ നാണം കെടാതിരിക്കാൻ അച്ഛന് പകരം കൊടുക്കേണ്ടി വന്നത് അച്ഛന്റെ ജീവിതമാ. രാധികയെ കൊന്നയാളെ ജയരാമൻ എന്ന് കണ്ടതല്ലേ? ശബരി, നീ ഇതൊന്നും വിശ്വസിക്കണ്ട. നിന്നെ കൂടെ നിർത്താൻ ഇവനുണ്ടാക്കിയ കള്ള കഥയാണിത്. ഇവനിവിടെ ജീവനോട് വിടരുത്. നിനക്കൊരു പോറൽ പോലും വലിക്കാൻ ഞാൻ നിന്നെ നോക്കിക്കോളാം. ഇതെടുക്കാനല്ലേ നീ അകത്തേക്ക് പോകുന്നേ? ഇത് നിന്റെ തോക്ക് തന്നെയാ. ഒരു ഈച്ച പോലും അറിയാതെ ഇത് ഇവിടുന്ന് എടുക്കാമെങ്കിൽ അതില് വീശിയാൽ നിന്നെ എനിക്ക് കൊല്ലാമായിരുന്നു. ഞാനത് ചെയ്യാത്തത് പേടിച്ചിട്ടല്ല. നിന്നെ കൊല്ലാനായിരുന്നെങ്കിൽ 16 വർഷം മുമ്പ് രാധികയുടെ റൂമിൽ നിന്ന് ഇറങ്ങി ഓടുന്ന കണ്ടപ്പോ തന്നെ കൊന്നിനെ. എന്നെ അനന്തീണ്ണം തെറ്റിക്കാൻ നിങ്ങൾ നടത്തിയ മാർഗം കൊള്ളാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഒന്നും ഇവിടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്നെ നിങ്ങൾ വിശ്വസിക്കണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. മോനൊരു കാര്യം ഓർത്ത് നോക്കിയേ. എന്നൊക്കെ ഓരോ കാരണങ്ങളുണ്ടാക്കി റോയ് നിന്നെ വീടിന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ, അതിന്റെ പിറ്റേന്ന് അമ്മ മോന് പുതിയ കളിപ്പാട്ടങ്ങളും ഗിഫ്റ്റും ഒക്കെ തന്നിട്ടില്ലേ? രാത്രി വീടിന് പുറത്തിറങ്ങാത്ത അമ്മയ്ക്ക് എങ്ങനെയാ ഇതൊക്കെ കിട്ടുന്നേ? ശബരി, ഇവൻ പറയുന്നു നീ വിശ്വസിക്കരുത്. ഓരോ ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറയാ. അനന്ത, ഇനി എന്റെ ജീവിതത്തിലേക്ക് കിടന്ന് എനിക്ക് കൊല്ലേണ്ടി വരും. ശബരി, കൊല്ലടാ ഇവനെ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങില്ലെങ്കിൽ കൊല്ലും ഞാൻ നിങ്ങളെ. അനന്ത, ഇത് നിന്റെ വീട്, നിന്റെ തോക്ക്. ഇവിടെ വെച്ച് ആര് ചത്താലും ആരെ കൊന്നാലും നീ സമാനം പറയേണ്ടി വരും. ഡാ, നിനക്ക് ഞാൻ പറയുന്ന വിശ്വാസമായില്ലെങ്കിൽ അനന്തനോട് DNA ടെസ്റ്റ് തരണം ചോദിക്കേ. DNA ടെസ്റ്റ് നടത്തി സ്വന്തം അച്ഛനെ തിരിച്ചറിയേണ്ട ഗതികേട് കൂടി ശബരിക്ക് കൊടുക്കണം. ജയരാമന് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇറങ്ങിക്കൂ. അനന്തേട്ടാ, സ്വന്തമല്ലെന്നറിഞ്ഞിട്ടും സ്വന്തം ജീവിതം ഇവനു വേണ്ടി മാറ്റിവെച്ചത് ഈ മനുഷ്യന് അവനോടുള്ള സ്നേഹം കൊണ്ടാ. എന്നിട്ടും നിങ്ങൾ അവനോട് പറഞ്ഞു എന്താ? ഈ മനുഷ്യനെ കൊല്ലാൻ. നെല്ലും പതിരും തിരിച്ചറിയാനുള്ള ബോധം എനിക്കുണ്ട്. ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. ഒരു വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത് എനിക്കറിയാം. ഇതൊന്നും ഇവിടെ പറയണമെന്ന് വിചാരിച്ചതുമല്ല. അനന്ത, നിന്നോട് ഇവനെ സ്വീകരിക്കണമെന്ന് പറയാനോ ഭീഷണിപ്പെടുത്താനോ വന്നല്ല ഞാൻ. ഇവനെ എനിക്ക് വിട്ടു തരണമെന്ന് അപേക്ഷിക്കാൻ വന്നാ. ജയരാമ, നീ ഇവനെ വിളിച്ചോണ്ട് എന്റെ വീട്ടിൽ നിന്ന് പോ. ശബരിക്ക് എന്നെ വിശ്വാസമാണെങ്കിൽ കൂടെ വരാം. ഞാൻ നീ ഒന്നിനും നിർബന്ധിക്കില്ല. ഇവനെ ഇവിടെ വരെ എത്തിച്ചത് നീയല്ലേ. ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കട്ടെ. ഞാൻ ഇറങ്ങുക.
ചോരയുടെ പങ്ക് പറ്റാൻ ഞാനും എൻ്റെ മോളും ഇവിടെ ഉണ്ടാവില്ല. തന്നെ അങ്ങ് അനുഭവിച്ചാൽ മതി.